ഓക്കെ, നമ്മൾ ഇവിടുന്ന് പോകുന്നത് ഇന്നത്തെ യാത്ര എങ്ങോട്ടാ? കേംബ്രിഡ്ജിലേക്കാണ്. ഇവിടുന്ന് 1 hour 18 minutes ഉണ്ടെന്നാണ് പറയുന്നത്. 6:10 അവിടെ എത്തുമെന്നാണ് പറയുന്നത്. ഇവിടുന്ന് 59 മൈൽ. നേരത്തെ 62 മൈലായിരുന്നു കാണിച്ചത്, ഇപ്പോൾ 59 മൈലാണ് കാണിക്കുന്നത്. എനിവേ നമുക്ക് പോവാം. അപ്പം രണ്ടാമത് പ്രാവശ്യമാണ് പോകുന്നത്. ഓക്കെ, അപ്പം കൊള്ളാം. നല്ല ലോങ് റൂട്ടാണ്, ആദ്യമായിട്ടാണ് റൂട്ടിൽ പോകുന്നത്. അപ്പം ഗൂഗിൾ മാപ്പ് ഇട്ടാണ് പോകുന്നത്. ഗൂഗിൾ മാപ്പിനെ നമ്മൾ കുറ്റം പറയേണ്ട, കറക്റ്റ് വഴിയാണ്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയുന്നുണ്ട്. റോഡൊന്നും തെറ്റിയിട്ടില്ല, വഴികളൊന്നും തെറ്റിയിട്ടില്ല. കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ എത്തിക്കുന്നുണ്ട്. നേരത്തെ ഒരു വീഡിയോ പറഞ്ഞ പോലെ തന്നെ UK ഗൂഗിൾ മാപ്പൊക്കെ പെർഫെക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. ഇതുവരെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതിൽ നല്ല എക്സ്പീരിയൻസ് ആണ് ഗൂഗിൾ മാപ്പ്. സ്പീഡൊക്കെ കറക്റ്റായിട്ട് കാണിക്കും. നമ്മൾ എത്ര സ്പീഡിലാണ് പോകേണ്ടത് എന്നുള്ളത് കറക്റ്റ് ഓരോ സെക്ഷൻ, ഓരോ ഇതിലും നമുക്കത് അറിയാൻ പറ്റും. ഓരോ സെഗ്മെന്റിലും അത് അറിയാൻ പറ്റും റോഡിന്റെ. ഓക്കെ, ഇവിടുന്ന് റൈറ്റ് പോകണം. ഇവിടെയൊക്കെ നമുക്കറിയാം, നമ്മളിനി ഇവിടുത്തെ പ്രധാനപ്പെട്ട ഹൈവേകളിൽ കൂടി ഒക്കെയാണ് പോകുന്നതെന്ന് എനിക്കൊന്ന്. വലിയ ഹൈവേയാണ്, ഹൈവേ കൂടെ പോകേണ്ടത് വലിയ ഹൈവേയാണ്. 2 ലൈനാണ്, പക്ഷേ കണ്ടു നോക്ക്, കുറച്ച് സമയം ഉണ്ടാവും. പിന്നെ എന്താ പറയണ്ടേ, കുറച്ച് ലെങ്തി വീഡിയോയാണ്. 1 hour ആണ്, ഹൈവേ ട്രിപ്പാണ്. ബോറടിക്കുന്നുണ്ടാവും. ഇനിവേ കണ്ടു നോക്കുക UK റോഡുകൾ, രീതികൾ, സൈൻ ബോർഡുകൾ. നമ്മൾ ഇവിടുന്ന് റൈറ്റാണ് പോകേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങോട്ടൊരു വഴി കാണിക്കും. പല മാപ്പുകൾ കാണിക്കും, ഗൂഗിൾ മാപ്പ് പലതും കാണിക്കും. നമുക്ക് ഇഷ്ടമുള്ള ഒരു വഴി ചൂസ് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക, പോവാം. അത്രേ ഉള്ളൂ. ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് 4:50. അങ്ങനെയാണെങ്കിൽ 5:20 അവിടെ എത്തണം. സ്പീഡ് ലിമിറ്റ് നോക്കിക്കണം. ഇവിടെ 30 സ്പീഡ്, 30 മേലെ പോകാൻ പാടില്ല. ക്യാമറ ഉണ്ട് അവിടെ, ഇവിടെ എല്ലാം ക്യാമറ വെച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അത് സൂക്ഷിക്കണം. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ കാർ പാർക്കിലാണ് വണ്ടി എടുത്തത്. കേംബ്രിഡ്ജ് സംസാരിക്കാൻ കുഴപ്പമൊന്നുമില്ല. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി നമ്മൾ രണ്ടുപേരും സംസാരിച്ചോണ്ടാ പോകണം. എന്തോ അണ്ണാനാ, എന്തോ അത് പക്ഷിയാണോ വണ്ടി അടിച്ചിട്ടേക്കുന്നത്? പക്ഷിയാണോ റോഡിൽ കിടക്കുന്നത്? ആണോ? അണ്ണാനെ വണ്ടി അടിച്ചല്ലേ? വണ്ടികൾ ഹൈവേയിലൊക്കെ പോകുമ്പോഴേ നമുക്ക് കുറച്ച് നല്ല വണ്ടി വേണം, വലിയ വണ്ടി വേണം എന്നൊക്കെ തോന്നുന്നു. കുഴപ്പമില്ല, എന്നാലും ഇവിടെ നല്ല ഹെവി വണ്ടിയൊക്കെയാണ്. നമ്മൾ SUV ടൈപ്പ് വണ്ടിയൊക്കെ, നമ്മളിപ്പോൾ സെഡാൻ ടൈപ്പ് വണ്ടിയാണ് കൊണ്ടുപോകുന്നത്. പിന്നെ SUV ടൈപ്പ് വണ്ടിയൊക്കെ വേണമെന്ന് നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഈ ഹൈവേയിലൊക്കെ വണ്ടി ഓടിച്ച് പോകുന്നത്. നമ്മളെന്നും ഹൈവേ യാത്ര ചെയ്യാത്തതുകൊണ്ട് പ്രശ്നമില്ല. വല്ലപ്പോഴൊക്കെ ഉള്ള യാത്രകൾക്ക് മതി. സിഗ്നൽ ഓണായി പോകാം. ലൈനുകളൊക്കെ ശ്രദ്ധിച്ചങ്ങ് പോയാൽ മതി, അതൊരു പ്രശ്നമില്ല. പക്ഷേ ഗൂഗിൾ മാപ്പൊക്കെ നോക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എങ്കിലും തെറ്റ് പറ്റിയാൽ തിരിച്ചു വരാനോ നിർത്താനോ സഡൻ ബ്രേക്ക് ഇടാനോ ഒന്നും പാടില്ല. തെറ്റി വഴിയെ കൂടെ നേരെ അങ്ങ് പോവുക. അടുത്ത റോഡ് ഗൂഗിൾ മാപ്പ് കാണിച്ചു തരും, അടുത്ത റോഡിലേക്ക് പൊക്കോളൂ. അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല അവിടെ. അങ്ങനെ നമ്മൾ ചെയ്യാൻ പോകുമ്പോഴാണ് അപകടം പറ്റുന്നത്. മാത്രമല്ല നമ്മുടെ നാട്ടിലെ കൂട്ട് അവിടെ ഇട്ട് തിരിക്കാനും റിവേഴ്സ് എടുക്കാനും ഒന്നും പറ്റത്തില്ല കേട്ടോ. അതൊക്കെ പ്രശ്നമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അബദ്ധം പറ്റിയാൽ നേരെ തന്നെ പോവാം, അടുത്ത ഓപ്ഷൻ വഴി പോവാന്നുള്ളതല്ലാതെ അടുത്ത ഓപ്ഷൻ
ചൂസ് ചെയ്തോളൂ, അല്ലാതെ അവിടെ ഇട്ട് തിരിക്കാനൊന്നും പോകാറില്ല. ഇവിടുന്ന് ലെഫ്റ്റ് പോകാനാണ് പറയുന്നത്. 153 ആണ് ഇവിടെ കേട്ടോ പെട്രോളിൻ്റെ വില. നമ്മൾ അവിടെ നിന്ന് അടിച്ചപ്പം 157 ആയിരുന്നു. ഇവിടുന്ന് ലെഫ്റ്റ് പോകാനാണ് പറയുന്നത്. വണ്ടിയൊന്നുമില്ല, പോവാം, സിഗ്നലൊന്നുമില്ല. Exit the roundabout onto Southway. Okay. In a quarter of a mile, at the roundabout, take the third exit onto Southway, A1124. Okay. A1124ലേക്ക് പോകാനാണ് പറയുന്നത്. നമ്മളോട് പറഞ്ഞത് സെക്കൻഡ് എക്സിറ്റിൽ പോകണം. അത് ഓർമ്മ വെച്ചോണം, സെക്കൻഡ് എക്സിറ്റ്. ഇവിടെ ഒരു ക്യാമറ ഇരിപ്പുണ്ട് കേട്ടോ, മഞ്ഞക്കുറ്റി. ഇവിടെ 40 മൈൽ പെർ അവറാണ്, നമ്മൾ 30ലാണ് പോകുന്നത്. ഇത് ക്യാമറ വെറുതെ ഫൈൻ വാങ്ങിച്ച് കൂട്ടാതിരിക്കണമെങ്കിൽ നമ്മൾ ഇച്ചിരി താന്നൊന്ന് പോയാൽ മതി, ഒരു കുഴപ്പമില്ല. പിന്നെ ഈ ഗൂഗിൾ മാപ്പിൽ പറയുന്ന സമയം എന്ന് പറയുന്നത് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റിനെ ബേസ് ചെയ്താൽ കേട്ടോ, അല്ലാതെ നമ്മുടെ സ്പീഡിനനുസരിച്ചല്ല ഈ പറയുന്നത്. ഈ പറയുന്ന 70 പോകേണ്ടടുത്ത് 70, 60 പോകേണ്ടടുത്ത് 60, 50 പോകേണ്ടടുത്ത് 50, 30 പോകേണ്ടടുത്ത് 30. അപ്പോൾ ഈ സ്പീഡിനെ ബേസ് ചെയ്താണ് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത്ര സമയം കൊണ്ട് അവിടെ എത്താം എന്ന് പറയുന്നത്. നമുക്ക് സെക്കൻഡ് എക്സിറ്റിൽ പോകാനാണ് പറയുന്നത്. Exit the roundabout onto Southway. Okay. Continue on A1124 for 1.5 miles. ഒരു മിനിറ്റ്, എന്താ പറഞ്ഞേ? നീ പറഞ്ഞോ. രണ്ട് സൈഡ് കണ്ടോ, ഒന്ന് ബസ് ലൈന്, ഒന്ന് സൈക്കിൾ ലൈന് കണ്ടോ, അത് ശ്രദ്ധിച്ചോണം. സൈക്കിൾ ലൈന് ഇവിടെ ഉണ്ട്, ഡാഷ് ലൈൻ, അതുകൊണ്ട് അവിടെ കയറുന്നതിന് കുഴപ്പമില്ല. എമർജൻസി ആണെങ്കിൽ കയറാം. സ്ട്രോങ് സോളിഡ് ലൈനാണ് കയറാൻ പാടില്ല. ഇവിടെ 30 സ്പീഡ്, ഇവിടെ ക്യാമറ കാണും. നേരെയുള്ള ലൈനെ പോകാനാണ് പറയുന്നത്. റോഡ് നേരെയാണ്. ഇതാണ് UK റോഡുകളും നിയമങ്ങളും രീതികളും ഒക്കെ. ഇവിടുത്തെ റോഡൊക്കെ കാണാനുള്ള ഒരു അവസരം. ഇത് എന്താ പറയുക, സൈക്കിൾ ലൈൻ കണ്ടോ, അവിടെ ഫുൾ വരച്ചിട്ടുണ്ട് സൈക്കിൾ ലൈൻ. അതിനകത്തൂടെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പാടില്ല. അതൊക്കെ നിർബന്ധം. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ആര് കാണാനാ, എങ്ങനെ കാണാനാന്ന്. അതൊക്കെ കാണും. വെറുതെ നമ്മുടെ തെറ്റിദ്ധാരണ അതൊക്കെ ആരും കാണുകയില്ല, ആരും അറിയുകയില്ല എന്നൊക്കെ. അതൊക്കെ അറിയും. അറിയും, ഫൈൻ വീട്ടിലും വരും. അത്രേ ഉള്ളൂ. ഇവിടെ ഒരു ക്യാമറ ഇരിപ്പുണ്ട്. ഇവിടെ 30 സ്പീഡ്. പോസ്റ്ററാണോ? ആ ഇല്ല, ഇട സൈഡിൽ മഞ്ഞ കുറ്റി. അപ്പൊ റിവേഴ്സ് ക്യാമറ, അത് ബാക്ക് സൈഡിൽ നിന്നാണ് പിടിക്കുന്നത് സ്പീഡ്. നമ്മൾ സൂക്ഷിച്ച് പോകണം. എല്ലാം സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ട് ചിലപ്പോൾ നമുക്ക് നമ്മൾ ശ്രദ്ധിക്കത്തില്ല കേട്ടോ. ഒരു ക്യാമറയുടെ പടം അത്രയേ ഉള്ളൂ, ചെറുതാ. ഗൾഫിലൊക്കെ ഇത് വലിയ 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 സൈൻ ബോർഡാ കേട്ടോ. ഒരു 60x60 വെച്ചത്. ആണോ? പോസ്റ്റേ ക്യാമറ ഇരിപ്പുണ്ട് കേട്ടോ. വീഡിയോ ക്യാമറ ആയിരുന്നു അത്. അതിന് കുഴപ്പമില്ല, നമ്മൾ 30 പോകുന്നത്, പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഈ റോഡിൽ വന്ന് കയറുമായിരുന്നു. അതായിരുന്നു ആദ്യം കാണിച്ചൊരു ഓപ്ഷൻ. ക്യാമറ ഉണ്ടോ ഇതിനകത്ത്? എല്ലാ ക്യാമറയൊന്നും കാണിക്കത്തില്ല ഗൂഗിൾ മാപ്പിൽ. ചില സ്ഥലങ്ങളൊക്കെ കാണിക്കും, ചില സ്ഥലങ്ങളൊന്നും കാണിക്കത്തില്ല. അത് നമ്മൾ സൂക്ഷിച്ചങ്ങ് പോയാൽ മതി. നമുക്കറിയാമല്ലോ സ്പീഡ് ലിമിറ്റ്, അതിന് മേലെ പോകാതിരുന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഈ സ്പീഡ് ലിമിറ്റിന്റെ മേലെ എന്തോനാ പോകുന്നത്, അത് അപകടവുമാണ്. അവർ പറഞ്ഞിരിക്കുന്ന സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് തന്നെ അത് മാക്സിമം ഒരു വണ്ടിക്ക് പോകാൻ പറ്റുന്ന സ്പീഡാണ് ആ റോഡിൽ. റോഡ് അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിന് മേലെ പോയാൽ നമുക്ക് അപകടം പറ്റും, അത്രയേ ഉള്ളൂ. ഫൈൻ അത് വേറെ കാര്യം. അപകടം പറ്റുന്നത് അതിനെക്കാട്ടും വലിയ പ്രശ്നമാണ്. In 300 yards, at the roundabout, take the second exit onto London Road, A1124.
നേരത്തെ ഞാൻ വന്നിട്ടുള്ള വഴി ഇത്. ഈ ഭാഗമൊക്കെ നമ്മൾ വന്നിട്ടുള്ള വഴിയാണ്. അതെ. ഈ സാൻസ്റ്റേഡ് പോകുന്ന വഴിയാണ് അല്ലേ? സ്റ്റാൻഡ് ഇത് റൗണ്ട് അബൌട്ട് കേട്ടോ. നമ്മൾ സൂക്ഷിച്ച് കയറണം. നമ്മൾ വിചാരിക്കുന്ന നേരെ അങ്ങ് വിട്ടു പോകാം. നമ്മൾ വിട്ടു പോകരുത്. അപ്പുറ സൈഡിൽ നിന്ന് വണ്ടി കയറി വരും. വണ്ടി കയറി വന്നാൽ അവർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ്. ഇത് എൻ്റെ വീലിൽ എന്തോ ഒരേ നമുക്ക് അത് ശരിയാണല്ലോ. വീട് കൂടി അടിക്കാൻ മറന്നു. അടിക്കണമെന്ന് വിചാരിച്ചാൽ മറന്നു. വലിച്ചിട്ട് തുടങ്ങി. നമുക്ക് സ്ട്രെയിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ റൈറ്റ് ലൈനിൽ നിൽക്കണം. സ്ട്രെയിറ്റ് പോകണ്ട. ഈ ലൈനിൽ നിൽക്കണ്ടേ. ഇവിടെ 30 സ്പീഡ്. ആ 30 സ്പീഡ്. വീൽ എന്തോ ഒരേന്നുണ്ട് ഇവിടെ. എന്തോ കിടന്ന് ഒരേന്നുണ്ട്. പക്ഷേ അതിന് ശബ്ദം കേൾക്കുന്നുണ്ടോ? നന്നായിട്ട് ഒരേന്ന് ശബ്ദം കേൾക്കുന്നുണ്ട് അല്ലേ? ഇന്നലെ ഉണ്ടായിരുന്നത് മഴ പെയ്ത് ആ വെള്ളമെല്ലാം കയറി തിരിച്ച് ബ്രേക്കിലാണ് ശബ്ദം. ക്യാമറയൊക്കെയാണെങ്കിൽ ഇവിടെ സിഗ്നൽ ഇതൊക്കെ വെച്ചിട്ടുണ്ട് സൈഡ് ബോർഡ്. ഈ വെയിലടിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് വെയിൽ. അതുകൊണ്ട് എനിക്ക് പെട്ടെന്നൊന്നും ഈ വെയിൽ കാണുന്നില്ല. ഭയങ്കര വെയിൽ. കാത്തു വെച്ചോ. ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഇത്ര നേരത്തുള്ളൂ. എല്ലാവരും ഈ ഒരു Quarter of a mile at the roundabout. Continue straight to stay on London Road, A1124. 1124. എല്ലാവരും ഈ സ്പീഡിൽ തന്നെ പോകുന്നത് കേട്ടോ. 30 കിലോമീറ്റർ സ്പീഡ് ആയതുകൊണ്ട് എല്ലാവരും 30 കിലോമീറ്റർ അല്ല സോറി ഇപ്പോഴും കിലോമീറ്റർ എന്നാ പറയുന്നത്. മൈൽസ് പെർ അവർ ആണ്. എല്ലാവരും അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. ആരും പറയുന്നുണ്ട് തള്ളിപ്പോ എന്ന് പറയുന്നില്ല. എല്ലാവർക്കും അറിയാം ഈ സ്പീഡിലേ പോകത്തുള്ളൂ. അവരും ആ സ്പീഡിലേ പോകത്തുള്ളൂ. കൊണ്ടുപോട്ടായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാ 50 ഈ ജംഗ്ഷനിലും yards at the roundabout. Continue straight to stay on London Road, A1124. In 200 yards, at the roundabout, take the second exit and stay on London Road, A1124. ഇവിടുന്ന് സെക്കൻഡ് എക്സിറ്റ് പോകാനാണ് പറയുന്നത്. സെക്കൻഡ് എക്സിറ്റ് പോകാൻ ഇവിടെ എല്ലാവരും റൗണ്ട് അബൌട്ടിനൊക്കെ പറയുന്നത് ഫസ്റ്റ് എക്സിറ്റ്, സെക്കൻഡ് എക്സിറ്റ്, തേർഡ് എക്സിറ്റ്. ജസ്റ്റ് ഇവിടെ നിർത്തിയിട്ടേക്കുക. ബസ് വല്ലാത്തൊരു സാഹചര്യം. ബസ് വല്ലാതെ കൊണ്ടു നിർത്തിയിട്ട് സ്ട്രെയിറ്റ് ഗേറ്റ്. സെക്കൻഡ് എക്സിറ്റിലേക്കാണ് പോകുന്നത് അല്ലേ? Exit the roundabout onto London Road. ഓക്കെ. A quarter of a mile at the roundabout. Take the second exit onto London Road, B1408. ഭയങ്കര ബസ് ഒരു വല്ലാത്ത രീതിയിൽ നിർത്തിയിട്ടിരുന്നു. ഞാൻ പാർക്ക് ചെയ്തേക്കുന്ന പോലെ അനക്കവും ഇല്ല. സിഗ്നൽ വീണു. ബസ് ട്രെയിൻ ആണോ അല്ല? ബസ് ട്രെയിൻ ഉണ്ട്. കത്തിയല്ലോ. പോകുന്നില്ല മോനെ. അവനറിഞ്ഞു കൊടുത്തില്ല. അവനെ ഞെക്കിയത്. പക്ഷെ എന്താ പറ്റിയാണെന്ന് അറിയത്തില്ല. അറിഞ്ഞു കാണത്തില്ല. അപ്പൊ പോയി. ഇവിടുന്ന് ഇങ്ങോട്ട് വരാൻ Exit the roundabout onto London Road. Continue on London Road for 1.5 miles. ഭയങ്കര വെയില്. ഇവിടെ 40 സ്പീഡ്. 40 30 ആണല്ലോ ഇവിടെ. ഇല്ല, 30 തന്നെ. ഇടയ്ക്ക് 40 നിന്ന് കാണിച്ചു. സ്പീഡ്
cameras ahead. വീടുകൾ പണിയാ, പുതിയ വീടുകൾ, എല്ലാ പ്രോജക്ട്സാണ്. പുതിയ സൈഡിലോട്ട് വെക്കാനേ പറ്റും, താഴോട്ട് വെക്കാൻ സൈഡിലോട്ട് ഇങ്ങനെ സൈഡിലോട്ട് ഈ സൈഡിലോട്ട്. ഇന്നലെ നമ്മൾ പോയത് വഴി തന്നെ ടോബി, ഓർമ്മയുണ്ട്? ടോബി റെസ്റ്റോറൻറ്റ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്തോ ഒരു സ്വാൻ അല്ലേ, സ്വാൻ റെസ്റ്റോറൻറ്റ് അല്ലേ ലെഫ്റ്റ് സൈഡിൽ കണ്ടത്? സ്വാൻ റെസ്റ്റോറന്റ്. ഇതല്ലല്ലോ സ്വാൻ റെസ്റ്റോറന്റ് എന്നായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ ഇവിടെ കണ്ടായിരുന്നത്. ഇത് ഈ വണ്ടി കിടക്കുന്ന ഭാഗത്തോടെ ദാണ്ടെ ദോണ്ടെ സ്വാൻ റെസ്റ്റോറന്റ്. സ്വാൻ റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇവിടുത്തെ അത്യാവശ്യം ഫേമസ് ആയ ഒരു റെസ്റ്റോറൻറ്റ് കേട്ടോ, ഇത് സ്വാൻ. ഭയങ്കര വെയിലാണല്ലോ, ഒന്നും കാണുന്നില്ല. വെയിലിന് ചൂടില്ലെങ്കിലും നല്ല വെയിലാണ് കേട്ടോ. എന്നോട് വെയിലടിക്കാം, റോഡിലോട്ടൊന്നും നോക്കുന്നില്ല. നമ്മൾ ലണ്ടനിൽ അല്ല UK വന്നിട്ട് ആദ്യമായിട്ടാണ് കോൾച്ചസ്റ്ററിൽ നിന്ന് വലിയൊരു ദൂരയാത്ര. ഇത്രയും 60 മൈൽ ദൂരെയുള്ള കേംബ്രിഡ്ജിലേക്ക് പോകുന്നത്. കേംബ്രിഡ്ജ് 60 മൈൽ എന്ന് പറയുമ്പം ഏകദേശം ഒരു 100 കിലോമീറ്റർ വരും തോന്നുന്നു കേട്ടോ. 60 മൈൽ ഇൻറ്റു 1.6 ആണ്. ഒരു മൈൽ എന്ന് പറയുന്നത് 1.6 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെന്താണ് അതിൻ്റെ ഒരു മെഷർമെൻറ്റ്. അപ്പോൾ അത്രയും കിലോമീറ്റർ, 100 കിലോമീറ്റർ വരും. അപ്പോൾ ഒരു 100 കിലോമീറ്റർ ഇവിടെ പറയുന്നത് 1 hour 20 minutes അല്ലേ? അല്ല, ഇപ്പോൾ 1 hour ആണ് കാണിക്കുന്നത് ഇപ്പോഴത്തെ സമയം വെച്ച്. അല്ല, ഇനി 1 hour കൂടെ യാത്ര ചെയ്താൽ നമ്മൾ അവിടെ എത്തും. ഇനി നമുക്ക് 1 hour ഉണ്ട്. 53 മൈൽ കൂടെ ഉണ്ട്. ഈ 53 മൈൽ പോകാനാണ് നമുക്ക് 1 hour ഇപ്പം നിലവിൽ. 52. ഇപ്പം 52 ആയി. In a quarter of a mile, at the roundabout, take the third exit onto Marks Tay Interchange, A120. ഇവിടെ നമ്മൾ 9 minutes സ്ലോ ആവുമെന്നാണ് പറയുന്നവര്. അല്ല, സ്ലോ ആണെങ്കിൽ ഈ റൗണ്ട് ബോട്ടിൽ ചെന്നിട്ട് നമ്മൾ സെക്കൻഡ് എക്സിറ്റിൽ പോകാനാണ് പറയുന്നത്. ഇവിടെ നമുക്ക് റൈറ്റ് കയറി അങ്ങ് പോകാം, അതാണ് നല്ലത്. അതാണ് നല്ല റോഡ്. ലെഫ്റ്റ് പോകണ്ട. നമ്മള് തെറ്റായ വഴി കൂടെ പോകണം. അവരടുത്ത ഓപ്ഷൻ അതങ്ങനെ കാണിക്കും. Exit the roundabout onto Marks Tay Interchange. ഈ വഴിയാണ്. In a quarter of a mile, at the roundabout, take the first exit onto Coggeshall Road, A120. ഞാനിപ്പോൾ എപ്പോഴും കിലോമീറ്റർ ഈ റൗണ്ട് ബോട്ടിൽ നിന്ന് നമുക്ക് റൈറ്റിലോട്ട് പോകും. സെക്കൻഡ് എക്സിറ്റ്. സെക്കൻഡ് എക്സിറ്റ് ആണ്. സെക്കൻഡ് എക്സിറ്റ് 30. 8:30. അത് ഓരോ സെഗ്മെന്റിൽ ഓരോ സ്പീഡാണ് നമ്മുടെ. മാറും. Exit the roundabout onto Coggeshall Road. Coggeshall Road. In a quarter of a mile, at the roundabout, continue straight to stay on Coggeshall Road, A120. Coggeshall Hall. റെസ്റ്റോറൻറ്റുകളാണ്, ചെറിയ ചെറിയ ക്യാബിൻ വീടുകളാണ്. വിൽക്കാനിട്ടിരിക്കുന്ന
സൈഡിൽ വലിയ പാടങ്ങളൊക്കെയാണ്. പാടങ്ങൾ, കർഷക പാടങ്ങളല്ല, വലിയ പാടവാ. കർഷക പാടങ്ങൾ. അതാണ് റൈറ്റ് സൈഡിലും ഉണ്ട്. നല്ല പാടവാ. ഇനി അങ്ങോട്ട് മൊത്തം പാടവാ. അവിടെ എത്തുന്നിടം വരെ ഇനി പാടമായിരിക്കും. ഇതിന്റെ പാടങ്ങളിലേക്ക് നടുക്കൂടാണ് ഇവിടുത്തെ ഹൈവേ ഒക്കെ പോയേക്കുന്നത്. ഹൈവേ എത്തിയെന്നോ? ഹൈവേ ഇനി കുറച്ചുകൂടെ ഉണ്ട്. റൗണ്ട് ബോട്ട് In a quarter of a mile, at the roundabout, continue straight to stay on Coggeshall Road, A120. ഓക്കേ. കറക്റ്റായിട്ടാ വഴിയൊക്കെ പറയുന്ന കേട്ടോ. വാ. ഇനി നമ്മൾ 57 20 മിനിറ്റായി നമ്മൾ ഇറങ്ങിയിട്ട് കേട്ടോ. ഇനി 57 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് നമ്മൾ 10 മൈൽ അങ്ങോട്ടേ എത്തിയിട്ടുള്ളൂ. ഇനി 57 മിനിറ്റ് കൊണ്ട് എത്തുമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ആ റോഡിലൊക്കെ അതേ സ്പീഡിൽ തന്നെ പിടിച്ചിരിക്കണം, കട്ടൊക്കെ ചെയ്യണം. അവർ പറയുന്ന സ്പീഡിൽ നിൽക്കണം. അത് 40-ൽ പോച്ചോ? 40-ലാ പോണേ. വെയിലടിക്കുന്നുണ്ട്, പെട്ടെന്ന് കാണത്തില്ല. ഇതെല്ലാം ഒരാൾ തന്നെയല്ലേ നോക്കേണ്ടതും ചെയ്യേണ്ടതും. അതാണ് പ്രശ്നം. നോക്കുന്നുണ്ട്. എനിക്ക് ഈ സ്ക്രീനെ കാണാമല്ലോ. 40 ഇതിലാണ് പോകുന്നത്, എനിക്കറിയാം. ഡയലി ഞാൻ നോക്കിക്കോളാം. ഇത് പറഞ്ഞാൽ മതി, ഇടയ്ക്ക് 40 സ്പീഡ് എത്ര നോക്കിയിട്ട് പറഞ്ഞാൽ മതി. സ്പീഡ് ഞാൻ നോക്കുന്നുണ്ട്. ഇതിനകത്ത് സ്പീഡ് ഞാൻ നോക്കുന്നുണ്ട്, റൂട്ട് നോക്കുന്നുണ്ട്, അതിനകത്ത് അത് നോക്കുന്നുണ്ട്. അച്ഛൻ വണ്ടി ഓടിച്ചാൽ ഓ, എന്താ പ്രയോജനമാണ് നോക്കണം മക്കളെ കൊണ്ട്. എന്താ അത് ഗെറ്റ് നമ്മൾ സ്ട്രൈറ്റ് ആകുന്നുണ്ട്. സ്ട്രെയിറ്റ് പോയിട്ടുണ്ട്. എത്ര ദൂരം സ്ട്രെയിറ്റ്? ഇത് കുറേ ദൂരം സ്ട്രൈറ്റ് ആണ്. ഇവിടെ 40 ആണ് സ്പീഡ്. 7.8 മൈൽസ് കഴിഞ്ഞിട്ട് അല്ല, ഇവിടെ 60 ആയല്ലോ സ്പീഡ്. 60 ആയി. ഇവിടെ 60 ആയി. ഇവിടെ 60ക്ക് പോവാം. 60 ആയില്ല. 60 കാണിക്കുന്നുണ്ടല്ലോ. അത് 60 ആക്ച്വലി സ്പീഡ് 60 ആയില്ല. അത് സാരമില്ല, അത് നമുക്ക് പതുക്കെ ആക്കാം. ചാടി കയറി അങ്ങ് ആക്കാൻ പറ്റും. അതൊക്കെ ഗ്രാജുവലായിട്ട് അങ്ങ് ആയിക്കോളും. 60ലേക്ക് എത്തും. ഇതിനകത്ത് സ്പീഡ് 60 ആകുമ്പോൾ അച്ഛൻ്റെ സ്പീഡ് 60 ആകും. അത് ഗ്രാജുവലി ആയിക്കോളും. ഒറ്റയടിക്ക് സ്പീഡ് കയറ്റുന്നത് ശരിയല്ലല്ലോ. ഇവിടെ എങ്കിലും സൈൻ ബോർഡ് ഉണ്ടോ നോക്കണം. ഇനി 60 തന്നെ ആണോ? ഗൂഗിൾ മാപ്പിനും തെറ്റാം എന്ന് പറയാം. പക്ഷേ സ്പീഡിൻ്റെ കാര്യത്തിലൊക്കെ ചിലപ്പോൾ തെറ്റ് പറ്റിയേക്കാം, പറയാൻ പറ്റത്തില്ല. പുതിയ സ്പീഡാണ്. ഇവിടെയൊക്കെ ബോർഡ് ഉണ്ടാവും ചില സമയത്ത്. ആരും ഓവർടേക്ക് ചെയ്ത് പോകത്തില്ല കേട്ടോ. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇപ്പം നമ്മൾ സ്പീഡ് കുറവാണ് പോകാൻ. അപ്പോൾ ഇവിടെ 60 സ്പീഡ്, നമ്മളിപ്പോൾ 50-ലാണ് പോകുന്നത്, അല്ലെങ്കിൽ 40-ലാണ് പോകുന്നത്. ഓക്കെ, അവർ ആ സ്പീഡിലേ വരത്തുള്ളൂ. വന്നിട്ട് പുറകെ കിടന്ന് ഓണടിക്കത്തില്ല. അല്ലെങ്കിൽ അത്രയ്ക്ക് മുട്ടി വയ്ക്കുന്ന ആൾക്കാരാരെങ്കിലും അങ്ങനെ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ, അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപൂർവമായിട്ടേ ഉള്ളൂ ഹോൺ അടിക്കുന്നത്. കാരണം ഇന്നിപ്പോൾ നേരത്തെ അവിടെ ഒരു ഹോൺ അടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബസ് വല്ലാണ്ട് കൊണ്ടിട്ട്. അപ്പോൾ ഞാൻ റൈറ്റിലേക്ക് കയറാൻ നോക്കി. അപ്പോൾ റൈറ്റ് ലൈനിൽ വന്ന ആളാണ് ഹോൺ അടിച്ചത്. ഞാൻ കയറി പോകും എന്നാണ് എൻ്റെ അർത്ഥം. നീ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അന്നേരം വെയിറ്റ് ചെയ്തപ്പോൾ അയാൾ കയറിപ്പോയി. മനസ്സിലായി? അപ്പോൾ കാരണം ബസ്സുകാരാണ് ഉടനെ റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ വിട്ടു. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പം ബസ്സുകാരൻ പോട്ടെ എന്ന് വിചാരിച്ചു. അതാണ് നല്ലത്. മാത്രമല്ല അത്രയും സ്ഥലം കുറവായിരുന്നു. ഈ സ്പീഡിൽ പോകുന്നതിൻ്റെ അല്ല പ്രശ്നം. സ്പീഡിൽ പോകുമ്പോൾ നമ്മൾ ഇത് ഇവിടെ അഡ്വാൻസ് ആയിട്ട് നോക്കിയിരുന്നില്ലെങ്കിലേ പെട്ടെന്ന് നമുക്ക് തിരിയാനും ഒന്നും പറ്റത്തില്ല. ആ റോഡും കൂടെ ഒന്ന് അഡ്വാൻസ് ആയിട്ട് മൈൻഡിൽ ഇങ്ങനെ വരണം. അടുത്തത് ഇനി ഒരു ടേണിംഗ് ആണ് വരുന്നത്, അല്ലെങ്കിൽ റൗണ്ട് അബൌട്ടാണ് വരുന്നത്. അതൊക്കെ അവർ പറയും കേട്ടോ. അവിടെ റൗണ്ട് അബൌട്ടിന് ഒരു 500 മീറ്റർ മുമ്പേ പറയും, വേണ്ട ഞാൻ അവിടെ തിരിയാൻ പോവാണേ, അത് കഴിഞ്ഞിട്ട് തിരിയാൻ പോവാണേ എന്നൊക്കെ പറയാം. പക്ഷെ അത് ശ്രദ്ധിച്ചില്ലെങ്കിലാണ് നമുക്ക് പറ്റുന്ന അബദ്ധം. അത് ശ്രദ്ധിക്കണം. ഇവിടെ ശ്രദ്ധിച്ച് നമ്മൾ പോവാണെങ്കിൽ നോ പ്രോബ്ലം. ഇപ്പോൾ കുറേ വരുന്ന വണ്ടി ജാഗ്വറൊക്കെ കേട്ടോ. എന്തുവാണ് വളഞ്ഞങ്ങ് പോവാം. കൊഗഷൽ, ഇതാ കൊഗഷൽ എന്ന് നേരത്തെ അവർ പറഞ്ഞില്ലേ, അതാ സ്ഥലമാണ്. അങ്ങോട്ട് പോകുന്നത് അതാ. ഇവിടെ എങ്ങനെ സ്പീഡ് ലിമിറ്റ് എഴുതി വെച്ചിട്ടുണ്ടോ നോക്കണേ.
പെഡസ്ട്രിയൻ 50 അപ്പോൾ നമ്മൾ 50-ലോട്ട് പോകാം. 50 പെഡസ്ട്രിയൻ ക്രോസിംഗ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടെ എവിടെയോ എന്തോ ഷോപ്പിംഗ് മാളോ അങ്ങനെ എന്തോ ഉണ്ട് ഉണ്ടോ മാർക്സ് ഇതിനകത്ത് 50 ഇതിനകത്ത് 50 അത് പെട്ടെന്ന് മാറും. അതാ ഞാൻ പറഞ്ഞത്, ഓരോ സെഗ്മെന്റിലും ഗൂഗിൾ മാപ്പിലും ഈ റോഡുകൾ ഇങ്ങനെ സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഓരോ സെഗ്മെന്റ് ആയിട്ട്. അപ്പം ആ സെഗ്മെന്റ് വെച്ച് അവർ സ്പീഡ് ആട്രിബ്യൂട്ട്സിനകത്ത് അത് ആഡ് ചെയ്തിട്ടുണ്ട്. 50 എത്ര കുഞ്ഞതായിട്ട് സൈഡ് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ? കുറേ ഒരു 10 അടുത്ത് 50 എന്ന് പിന്നെ അല്ലെങ്കിൽ ചെറുതായിട്ട് എഴുതി വെച്ചിട്ട് 11ാമത്തെ അടുത്ത് ഇച്ചിരി വലുതായിട്ട് എഴുതി വെക്കും. എല്ലാം റോഡ് കുഴിയാണ്. അതാണ്ടോ പിന്നെ വെച്ചതായിട്ട് ഈ സൈൻ ബോർഡൊക്കെ ഇച്ചിരി വലുതാക്കണം. അത് സ്പീഡ് ലിമിറ്റ് ഒക്കെ ഇച്ചിരി വലുതായിട്ട് എഴുതി വെക്കണം, നമുക്ക് കാണണ്ടേ. ഇനിയിപ്പോൾ ആ സൈൻ ബോർഡ് കണ്ടോ, അത്രയും വേണം. ഇനിയിപ്പോൾ നാഷണൽ സ്പീഡിൽ അപ്ലൈ ചെയ്യുന്നതാണ്, അതായത് അത് കഴിഞ്ഞാൽ സ്പീഡ് കൂടിയുണ്ട് 60. ഇതിനകത്ത് 60 എന്ന് കാണിച്ചിട്ടുണ്ട് ഗൂഗിൾ മാപ്പിൽ. പെട്ടെന്ന് അത് 60ആയി. ആ ലൈൻ കഴിഞ്ഞോടെ ആ സൈൻ ബോർഡ് കഴിഞ്ഞ ഉടനെ 60 കാണിച്ചു. അപ്പോൾ അത് കറക്റ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ടെന്ന് അതിനർത്ഥം. ഇത് വണ്ടി പതുക്കെ പോകുന്ന ട്രാക്ടർ, നമ്മൾ സൂക്ഷിച്ച് പോകണം. കയറിപ്പോകാൻ പറ്റത്തില്ല. ഇനി ഇവരേതെങ്കിലും റോഡിലോട്ട് തിരിയണം, അത് കഴിഞ്ഞ് നമുക്ക് കയറി പോകാൻ പറ്റും. എങ്ങോട്ടാണ് തിരിയുക ഇവർ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവരും സ്ട്രൈറ്റ് തന്നെയായിരിക്കും, ഓവർടേക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇതെല്ലാം ഇവിടുത്തെ കൃഷിക്ക് ഉപയോഗിക്കുന്ന ട്രാക്ടർ എന്താണോ, അത് നെല്ല് കൊയ്യുന്നതാണോ ഗോതമ്പ് കൊയ്യുന്നതാണോ ആർക്കറിയാം. അങ്ങനെ പല പല എല്ലാം ഇവിടെ എല്ലാം മെഷീനല്ല, അതുകൊണ്ടോ ആടി ആടി പോകുന്നുണ്ടോ. നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. വേണമെങ്കിൽ ഓവർടേക്ക് ചെയ്ത് പോകാം, പക്ഷെ അങ്ങനെ ആരും ചെയ്യാറില്ല. നമ്മുടെ നാട്ടിലാണ് എപ്പം കയറി പോയത്. ഇപ്പോൾ ഒരു 10 വണ്ടി ഇപ്പം അയാളെ 10 അല്ല അതിൽ കൂടുതൽ വണ്ടികൾ ഓവർടേക്ക് ചെയ്തതിന്. അല്ലെങ്കിൽ മാത്രമല്ല അയാൾ പോകാൻ സമ്മതിക്കത്തില്ല. അതുപോലെ ഹോൺ അടിച്ച് അയാളെ ഒരു വശമാക്കിയാൻ, എന്താ പറയുക, വല്ലാതെ വശക്കേടിലാക്കിയാൻ. ഓട്ടോറിക്ഷ വരെ എങ്ങനെ ഓവർടേക്ക് ചെയ്തതിന് അയാൾ പോകാൻ സമ്മതിക്കത്തില്ല. ഇതുപോലെ ഉള്ള വണ്ടികൾ പോയി കഴിഞ്ഞാൽ. ഇവിടെ പിന്നെ അങ്ങനെയുള്ള പ്രശ്നമില്ല, എല്ലാവരും ശാന്തമാണ്. പുറേ എന്തോരം വണ്ടികൾ പുറേ ക്യൂ ആയിട്ട് കിടപ്പണമെന്ന് അറിയാമോ. ഞാൻ നേരത്തെ കണ്ടു ഒരുപാട് വണ്ടികൾ ക്യൂ കിടപ്പുണ്ട് പോയി റോഡ്. എല്ലാം അവിടെ വെയിൽ ഇങ്ങനെ പുറകെ വരിക. എല്ലാം തന്നെ വണ്ടി പോട്ടെ. അത് വളവ് ഈ നടുക്ക് വര വലിച്ചിട്ടേക്കുന്നുണ്ടോ, അത് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസാണ്. വേണമെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ, പക്ഷെ അങ്ങനെ ആരും ചെയ്യാറില്ല. ഭയങ്കര വെയിൽ. നിനക്ക് ഹൈറ്റ് കുറവായുണ്ട്. അപകടമാണ് ഇവിടെ ഒരു കാരണവശാലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അവിടെ ഇവിടെ വലിച്ചിട്ടേക്കുന്നുണ്ടോ, കാരണം അവിടെ നിന്ന് വരുന്ന വണ്ടികൾ ഇങ്ങോട്ട് കയറി നിൽക്കും, റൈറ്റിലേക്ക് കയറി നിൽക്കും. അതൊരു ഓവർടേക്ക്. അതാ ചുമന്ന കളർ കണ്ട റോഡിന് അവിടെ കയറി നിൽക്കാൻ പാടില്ല. അതുവഴി ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. വണ്ടികളൊന്നും വന്നില്ലെങ്കിൽ കയറി പോവാം. വണ്ടികൾ അവിടെ നിന്ന് വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ കണ്ടതല്ലേ കർഷക പാടങ്ങൾ. ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ വളവായിരിക്കും. ഒന്നും ആയി ഓവർടേക്ക് ചെയ്തില്ല. ചെയ്യും അപൂർവമായിട്ട്. അത്രയ്ക്ക് സ്പീഡ് കുറച്ച് പോകാനെങ്കിൽ മാത്രമേ ചെയ്യത്തുള്ളൂ. അല്ലാതെ നമുക്ക് വഴി അറിയത്തില്ല, നമ്മളങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ഒരു അത്യാവശ്യം സ്പീഡിലാണ് പോകുന്നത്, 40-ലാണ് പോകുന്നത്. പോകാം, പക്ഷെ എന്തോ ജീവി വണ്ടി ഇടിച്ചിട്ടേക്കുന്നുണ്ടോ, എന്തോ ജീവി ഏത് കാട്ടിലൊക്കെ കിടക്കുന്നതല്ലേ, എന്ത് ചെയ്യാൻ പറ്റും. കിളി, അണ്ണാന്, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന
ഒരുപാട് ദൂരം ഒന്നും ഇവർ ഉണ്ടാവില്ല, കുറച്ച് ദൂരേ ഉണ്ടാകത്തുള്ളൂ. അപ്പം പിന്നെ ഒരു പോട്ടെന്ന് വെക്കുക, അതാണ് വഴി. ആ പാടത്തിലോട്ട് പോകാൻ തോന്നുന്നു കേട്ടോ. ഇവിടെ അടുത്തൊക്കെ കൃഷി സ്ഥലമല്ലേ മൊത്തം. കർഷകനാണ് കർഷകൻ. നമുക്കിനി നേരെ പോവാം. 60. ഇനി കൂടുതൽ 60 കഴിഞ്ഞ് 40 ആയി കണ്ടോ. 40 കഴിഞ്ഞ് കാണിക്കുന്നുണ്ടോ. 40 ആയി. അവൻ പിന്നെ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് 40-ലെത്തിക്കോളും. ബ്രേക്ക് ചെയ്യണ്ട. അതുകൊണ്ട് പെട്ടെന്ന് സ്പീഡപ്പ് ആക്കരുതെന്ന് പറയുന്നത് മനസ്സിലായി. ഈ പെട്രോൾ പമ്പൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടാണ് വീട് കുറയ്ക്കുക, 40 ആക്കിയത്. ഇനി കൂടുതൽ ഞാൻ പറയാം. 40 സ്റ്റിക്ക് ചെയ്ത് പോകും. ഇനി 1.8 miles കഴിഞ്ഞിട്ട് റൗണ്ട് അബൌട്ടിൽ ഫസ്റ്റ് എക്സിറ്റ്. 40 എത്ര കുഞ്ഞതായിട്ട് എഴുതി വെച്ചേക്കുന്നതെന്നാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ സൈൻ. പിന്നെ എത്ര കുഞ്ഞതായിട്ട് കുറച്ച് മൊത്തം പാടം. റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ കുതിരകളൊക്കെ ഉണ്ടെന്ന് സൈൻ കൂടെ വെച്ചിട്ടുണ്ട്. കുതിരകളെ കൊണ്ട് പോകുന്നത് 50 ഇന്നത്തെ എപ്പോഴും 50 ആവും. 50 ആയി. അത് അങ്ങനെ തന്നെ മാറ്റി. ആ സ്പോട്ടിൽ തന്നെ 50 മാറ്റി. 60ലേക്ക് പോകുന്നു. 50-ലേക്ക് 60 50 എത്ര കുഞ്ഞതായിട്ട് രണ്ട് സൈഡിൽ എഴുതി വെച്ചത്. എന്ത് വേസ്റ്റാണ്. വേസ്റ്റാണോ എന്തേലും ആയിട്ട് റോഡ് സൈഡിൽ സ്ട്രേറ്റ് റൗണ്ട് അബൌട്ട് വല്ലതും വരുവാണെങ്കിൽ ഇത് പറയുന്നില്ല. ഇനി 1 മൈൽ കഴിയുമ്പോൾ ഒരു റൗണ്ട് അബൌട്ടാണ്. റൗണ്ട് അബൌട്ടിന്റെ അവിടെയൊക്കെ ആകുമ്പോൾ ഒരു 30 miles per hour ഒക്കെ ആവും. റൗണ്ട് അബൌട്ടിന്റെ ആ ഒരു ഏരിയയിലൊക്കെ അവിടെ നമ്മൾ സ്ലോ ഡൗൺ ആവും. കാരണം 40-ലെ നിൽക്കാൻ 50-ലെ നിൽക്കാൻ പറ്റുമോ. സ്ലോവർ എന്നൊക്കെ എപ്പോഴും കാണിക്കുന്നത് 40 minutes അത് വേറെ റൂട്ട്. ആ റൂട്ട് 14 മിനിറ്റൂടെ നമ്മൾ പോകുന്ന റൂട്ടിനെക്കാട്ടിലും ഇപ്പോൾ സെലക്ട് ചെയ്ത റൂട്ടിനെക്കാട്ടിലും 14 മിനിറ്റ് സ്ലോ ആയിട്ട് ആ റൂട്ടിൽ പോയാൽ നമ്മൾ എത്തത്തുള്ളത്. അതാണ് അതിൻ്റെ അർത്ഥം. In a quarter of a mile, at Marks Farm roundabout, റൈറ്റിലേക്ക് take പോവാം. the നമുക്ക് first ലെഫ്റ്റിലേക്ക് exit വേണമെങ്കിലും and പോവാം, stay on റൈറ്റിലേക്ക് വേണമെങ്കിലും പോവാം. A120. നമ്മൾ ലെഫ്റ്റിലേക്കുള്ള റോഡാണ് എടുക്കുന്നത്. അത് നല്ലതാണ്. സ്പീഡിൽ ഇത് റൗണ്ട് റൗണ്ട് അബൌട്ട് അബൌട്ട് ആയി. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആണ് പോകേണ്ടത്. ലെഫ്റ്റ് റൗണ്ട് അബൌട്ടിൽ ലെഫ്റ്റ് റൈറ്റ് റൗണ്ട് അബൌട്ട് എക്സിറ്റ് 1 എക്സിറ്റ് 2 ഫസ്റ്റ് എക്സിറ്റ് സെക്കൻഡ് എക്സിറ്റ്. ഈ എക്സിറ്റിലാണ് നമുക്ക് MM1 കയറി നമ്മൾ ഹൈവേയിലെത്തി. ഇത് ഇവിടുത്തെ ഹൈവേയിലെത്തി. ഇവിടുത്തെ ഹൈവേയിലെത്തി. ഇനി ഇവിടെ കണ്ട് എത്ര എയർപോർട്ട് 50 ആണ് സ്പീഡ് എന്ന് 50 എന്ന് എഴുതി വെച്ചേക്കുന്നത്. മാറി നല്ലൊരു കുറെ വന്ന ജാഗ്രത പറന്നു പോകുന്നു. കണ്ടാ ആ. ഇത്രയും നേരം അവർ വെയിറ്റ് ചെയ്ത് നിന്ന് ആ അത് പറന്നു പോകുന്നു. ഇനി അവർ പറന്നായിരിക്കും പോകുന്നത്. നമ്മൾ ഇനി 50 എന്നുള്ളത് കണ്ടോ 60 ആയി. 70 ആവും. നമ്മൾ 70 ആവണം. 70 ആയി. നമ്മൾ 70-ലെത്തി. ഇനി നമ്മൾ പറന്ന് നമ്മൾ 70-ലെത്തി. നമ്മൾ In 70-ലാണ് half a പോകുന്നത്. mile, at Galleys Corner, take the third exit and stay on A120 heading to M11, Stansted. സാൻസ്റ്റേഡ് എന്നുള്ള ലൈനിൽ നിൽക്കണം. നമ്മൾ വാഷ്കായ് നിസാൻ്റെ ആ വണ്ടിയൊക്കെ എത്രയും സ്പീഡിൽ പോയാലും നമ്മൾ അറിയത്തില്ല. അതിലും സ്പീഡിലാണ് പോകണം. 60-ലാണ് പോകാൻ. റൗണ്ട് അബൌട്ട് എത്തി. സ്ലോ ആവണമെന്നൊക്കെ നമ്മൾ താഴെ എഴുതി വെച്ചിട്ടുണ്ട്. റൗണ്ട് അബൌട്ടിൽ നമ്മൾ സെക്കൻഡ് എക്സിറ്റിലേക്കാണ് പോകേണ്ടത്. ഹൈവേ ആയിരുന്നു. MM1 എന്ന് Exit the കാണുന്നത്
പക്ഷെ 40 മൈൽ പെർ അവർ. ഇല്ല അത് മാറും. 40 ഇവിടെ ക്യാമറ ഇരിപ്പുണ്ടോ? ക്യാമറ 20 ആയല്ലോ. 70 ഇനി പോയിക്കോ. അത് റൗണ്ട് ബോട്ടിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സെഗ്മെന്റിലാണ് കാണിക്കുന്നത്. നമ്മൾ 70-ലാണ് പോകുന്നത്. 70 മൈൽ പെർ അവർ. പെഡസ്ട്രിയൻ ക്രോസിംഗ് സ്ട്രെയിറ്റ് ഉണ്ടോ? വളഞ്ഞ് റോഡ് കിടക്കുന്നുണ്ടോ? അടുക്കത്തെ ആ ബാരിയർ കണ്ടോ? ആ സൺഷൈനൊക്കെ അടിച്ച് നമ്മളങ്ങോട്ട് പോകുന്ന വഴി ഇഷ്ടം പോലെ നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. കാണാൻ ബുദ്ധിമുട്ടാ, കാരണം ആ സൈഡിലോട്ടൊക്കെ നോക്കിയാലേ കാണുക. റോഡിലൊക്കെ ഒന്നും കാണാനില്ല. പിന്നെ ഇവിടുത്തെ റോഡുകളൊക്കെ ഒന്ന് കാണാം. നല്ലതാ. ഇവിടുത്തെ ഹൈവേ ആണിത് കേട്ടോ. ഇത് ഹൈവേ ആണിത്. അത്യാവശ്യം നല്ല ഹൈവേയാ. വണ്ടി ഓടിക്കുന്ന ആൾക്ക് അത്ര നന്നായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. നമുക്ക് ഇങ്ങനെ സൈഡിലോട്ടെല്ലാം ചുമ്മാ വായി നോക്കിയിരിക്കാൻ സമയമില്ലല്ലോ. റോഡ് നോക്കണം, പിന്നെ മാപ്പ് നോക്കണം. നമ്മൾ സ്ട്രെയിറ്റ് ആണ് പോകേണ്ടത്. സൈഡിലോട്ട് റോഡുണ്ട്, സൈഡിലോട്ടൊന്നും പോകരുത്, നേരെ പോകാം. ഇവിടെ എയർപോർട്ട് ഉണ്ട്. സ്ട്രെയിറ്റ് ആവുന്നുണ്ട്. എയർപോർട്ടിലോട്ട് പോകുന്ന വഴിയാണെന്ന് ലെഫ്റ്റ്. അവിടെ കണ്ട് മറ്റേ കുതിരച്ചാട്ടം ഉണ്ട്. എയർപോർട്ട് സ്ട്രെയിറ്റ്. നമ്മൾ സ്ട്രെയിറ്റ് ആണ് പോകുന്നത്. ഇത് നമുക്ക് കൺഫ്യൂഷൻ ആവും കേട്ടോ. സൈഡിലോട്ട് വഴി കിടക്കുന്നു, സ്ട്രെയിറ്റ് കിടക്കുന്നു. ഇന്നലെ പിന്നെ ഇത് പെട്ടെന്ന് നമുക്ക് കൺഫ്യൂഷൻ ആവും. നമ്മൾ സ്ട്രെയിറ്റ് ആവണ്ട കേട്ടോ. നമ്മൾ സ്ട്രെയിറ്റ് തന്നെ ചവിട്ടി വിട്ട് പോകുക. 70 എന്ന് പറയുന്നു. ഇടവും വലവും ഇല്ല. ഇത് ഇവിടുത്തെ ഹൈവേ ആണ്. പോകുന്ന എയർപ്ലെയിൻ കണ്ടോ? എവിടെ പോകുന്നു? ആ അത് ചെറുതാ, കാണാൻ പറ്റും. ചെറുതാ. അങ്ങ് ഒരെണ്ണമുണ്ട്. കൈയൊക്കെ നല്ല കളറാണ്. വണ്ടി സൈഡിൽ നിന്ന് കയറി വരും കണ്ടോ. ശ്രദ്ധിച്ചോണം, ഇത് കയറും. ഇനിയിപ്പോൾ അപ്പുറത്തെ ലൈനിലോട്ട് കയറി അങ്ങ് ചാടി പറന്നങ്ങ്. ഇവിടെ എല്ലാവരും ഫസ്റ്റ് ലൈനിൽ അങ്ങനെ അധികം സമയം നിൽക്കത്തില്ല കേട്ടോ. സെക്കൻഡ് ലൈനിൽ നിന്നേ പോകത്തുള്ളൂ. ഫസ്റ്റ് ലൈനിൽ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ലൈനിൽ കയറുക, ഓവർടേക്ക് ചെയ്യുക, പിന്നെ സെക്കൻഡ് ലൈനിൽ വന്ന് നിൽക്കുക. അല്ലാതെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഫസ്റ്റ് ലൈനിൽ നിൽക്കും. സെക്കൻഡ് ലൈനിലോട്ട് മാറുന്ന പരിപാടിയില്ല. കാരണം സെക്കൻഡ് ലൈനിൽ മാറാനും പറ്റില്ല. കാരണം മൊത്തം ഈ സൈഡ് റോഡുകളിൽ നിന്ന് ആൾക്കാർ കയറിയില്ല. സൈക്കിളും സ്കൂട്ടറും ബൈക്കും സൈഡുകളിൽ നിന്ന് കയറില്ല. അതുകൊണ്ട് ആരും പേടിച്ചിട്ട് ആ ലൈനിൽ പോകുന്നത്. എല്ലാവരും ഫസ്റ്റ് ലൈനിൽ നിന്നേ പോകുന്നത്. ഇവിടെ അങ്ങനെ സൈഡിൽ നിന്ന് ആരും കയറി വരാനില്ലാത്തതുകൊണ്ട് വരത്തില്ല, അത് വേറെ കാര്യം. പക്ഷേ എന്തായാലും സെക്കൻഡ് ലൈനിലാണ് എല്ലാവരും നിൽക്കത്തുള്ളൂ. സ്പീഡ് ലൈനിലാണ് മറ്റേത്. അത് മാത്രമല്ല, നമ്മള് ഫസ്റ്റ് ലൈൻ നിൽക്കുവാണെങ്കിൽ വേറെ സൈഡിലോട്ട് ഓരോരോ വഴികളുണ്ട്. അത് ഇത് സെക്കൻഡ് ലൈൻ, അത് ഫസ്റ്റ് ലൈൻ, സ്പീഡ് ലൈൻ. ആ ലൈനിലെ പറ്റി ഞാൻ പറഞ്ഞത്. സൈഡിൽ റൈറ്റ് സൈഡിലേക്ക് വഴികളില്ല. ഹൈവേയിലെല്ലാം ലെഫ്റ്റ് സൈഡിലായിരിക്കും വഴികൾ, റൈറ്റ് സൈഡിൽ വരത്തില്ല. 70 മൈൽസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 70 മൈൽസ് എന്ന് പറയുമ്പോൾ എത്ര ഇതായിരിക്കും? 70 മൈൽസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് 110, 120 അടുത്ത് വരുന്നു. കിലോമീറ്റർ സ്പീഡ് ഓടാൻ വരുന്നു. 120 ഇല്ല, അതിന് തൊട്ട് താഴെ. അത് നോക്കിയാൽ മതി. 1 മൈൽ എന്ന് പറയുന്നത് 1.6 ആണ് കിലോമീറ്റർ ആണ്. മൈൽസ് പെർ അവർ എന്ന് പറയുമ്പോൾ അത് കാൽക്കുലേറ്റ് മതി. അതിനകത്ത് ചെറിയ ഡയൽ കിലോമീറ്ററും വലിയ ഡയൽ മൈലും ആണ് കാണിക്കുന്നത്. സ്ട്രൈറ്റ് ആവുക. ഹൈറ്റിലാണ് ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ചെറിയ താഴെയല്ല, ഹൈവേയിലെ ക്യാമറകളൊക്കെ ഒത്തിരി ഹൈറ്റിലായിരിക്കും. പോസ്റ്റ് പോലെ വെച്ചിട്ട് ഒത്തിരി പോസ്റ്റിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നതാണ്.
ചില സ്ഥലത്തൊക്കെ ഈ മഞ്ഞ പെയിന്റ് അടിച്ചിട്ടുണ്ടാവും ആ പോസ്റ്ററിൽ, ചില സ്ഥലത്ത് പെയിന്റ് അടിച്ചിട്ടില്ല. പണി കിട്ടാനായിട്ട് അതൊക്കെ ഇപ്പോൾ സ്പീഡ് ലിമിറ്റ് ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല, ശ്രദ്ധിച്ചോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നാഷണൽ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 70 മൈൽസ് പെർ അവർ ആണ്. അതിന് മേലെ എങ്ങുമില്ല, ഈ UK എങ്ങുമില്ല എന്നാണ് എൻ്റെ അറിവ്. 70 മൈൽസ് പെർ അവർ ആണ് മാക്സിമം സ്പീഡ്. അതിന് മേലെ പോകാൻ പാടില്ല. അതിനിപ്പോൾ പ്രത്യേകിച്ച് എഴുതി വെക്കേണ്ട കാര്യമില്ല, അതാണ് ഇവിടുത്തെ നിയമം. അതെല്ലാവരും പഠിച്ചിരിക്കുക, അറിഞ്ഞിരിക്കുക, അത്രേ ഉള്ളൂ. അതല്ലാത്ത സ്ഥലങ്ങളിൽ അത് എഴുതി വെച്ചിട്ടുണ്ടാവും. എവിടെയാണ് എയർപ്ലെയിൻ കണ്ട മേലോട്ട് കേറുക. അതാ സാൻസ്റ്റഡ് എയർപോർട്ടാണ്. സാൻസ്റ്റഡ് എയർപോർട്ടായി ക്യാമറയൊക്കെ സൂക്ഷിക്കണം. അവിടെ നോക്കിക്കോണം, സൈഡിൽ എവിടെയെങ്കിലും കാണും. ഇതൊക്കെ ഉണ്ട് ചെടി നട്ട് വെച്ചേക്കുന്ന സൈഡിലൊക്കെ. ചെടി കണ്ടു വെച്ചാൽ അത് കുറച്ചാൾ കഴിയുമ്പോൾ അത് വലുതാവും. മരങ്ങളൊക്കെ കാണും. റൈറ്റ് സൈഡിൽ മുഴുവൻ ചെടികൾ അടിച്ചിരിക്കുന്നുണ്ടോ? അതുപോലെ ഇവിടെ ഈ സൈഡിലും വരും. അതിൻ്റെ സൈഡിലും ചുവട്ടിൽ ഈ സാധനമുണ്ട്, പുതുതായിട്ട് നട്ടതായത്. എല്ലാവരും നമ്മളെ കയറി പാടില്ല. ഇലക്ട്രിക് വണ്ടിയൊക്കെ നമ്മളെ കയറി പോകുന്നുണ്ടോ? ഇതിന് സ്പീഡില്ല. ഇത് സ്പീഡില്ലാത്ത നമ്മൾ 70 മൈൽസിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക. അവരൊക്കെ അതിന് മേലെയാണ് പോകുന്നത്. നമ്മൾ 70 മൈൽസിൽ തന്നെ നിൽക്കുക. കട്ടയ്ക്ക് നമ്മളെ മേളിലോട്ടും ഇല്ല താഴോട്ടും ഇല്ല, 70 മൈൽസിൽ നിൽക്കണം. റോഡ് കണ്ടോ ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് ഇങ്ങനെ പാമ്പ് കിടക്കുന്ന പോലെ ഇങ്ങനെ പോവാം. ലാൻഡ്സ്കേപ്പിംഗ് കാണാൻ നല്ലതല്ലേ? ഫുൾ മരങ്ങളാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ തന്നെ മരങ്ങൾ, പക്ഷേ ഇവിടുത്തെ മരങ്ങളെല്ലാം ഒരുമാതിരി എന്താ പറയുക, ഒരു പ്രത്യേക നമ്മൾ ഈ മൗണ്ടൻസിലൊക്കെ മൂന്നാറിലൊക്കെ കാണത്തില്ല ചില മരങ്ങളൊക്കെ, അതുപോലെ നല്ല ഷേപ്പുള്ള മരങ്ങളാണ്. നമ്മുടെ ആഞ്ഞിലി പ്ലാവിൻ്റെ കൂട്ടൊന്നും അല്ല, അല്ല ഇങ്ങനെ. ഇത് വേറൊരു പ്രത്യേക ടൈപ്പിൽ ക്രിസ്മസ് ട്രീ ഒക്കെ കണ്ടിട്ടില്ലേ? അതൊക്കെ ഇവിടുത്തെ ട്രീകളാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ക്രിസ്മസ് ട്രീയുടെ കൂട്ടിരിക്കുന്ന ട്രീ, അതിൻ്റെ ലീഫ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. സെയിം ട്രീ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. ആ സെമിട്രിക്ക് അത് കണ്ടില്ലായിരുന്നു? സെയിം. നല്ല അതൊക്കെ വെട്ടി വിട്ട് കഴിഞ്ഞാൽ നല്ല ഷേപ്പിലിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ സ്ഥലം കേട്ടോ, പാർക്ക് ചെയ്യാം. ക്ഷീണം തോന്നുവാണെങ്കിൽ അവിടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ് ലെഫ്റ്റ് സൈഡിൽ. വണ്ടി നിർത്തിയിട്ടിട്ടേ പോയാൽ നമ്മൾ പറഞ്ഞ സമയത്തിന് എത്തുമല്ലോ. നമുക്ക് 36 മിനിറ്റാണ് ഇനി കാണിക്കുന്നത്. 36 മിനിറ്റ് പോകാൻ 33 മൈലുണ്ട്. നമ്മൾ 33 മൈല് 36 മിനിറ്റ് കൊണ്ട് എത്തും. ആ പിറകെ ഒരു ആംബുലൻസ് വരുന്നുണ്ട്, പറന്നാണ് വരുന്നത്. അവർക്കൊന്നും സ്പീഡ് ലിമിറ്റ് പ്രശ്നമല്ല, അവർ നല്ല സ്പീഡിലെത്തും. ഫസ്റ്റ് ലൈനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ സെക്കൻഡ് ലൈനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ലെഫ്റ്റിലേക്ക് പോയി, ട്രാൻസ് സൈഡിലേക്ക് പോയത്. ഇവർ ഈ ലൈറ്റ് എല്ലാം കത്തിച്ചിട്ടുണ്ട്. ഇവർ ഇൻഡിക്കേറ്റർ നമ്മൾ എങ്ങനെ കാണും? പെട്ടെന്ന് നമ്മൾ കാണത്തില്ല, മൊത്തം ലൈറ്റ് വരുമ്പോഴേ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എത്ര 44 മിനിറ്റായി. നമ്മൾ ആ ട്രാക്ടറിന്റെ കുറേ നേരം സ്ലോയിൽ നിന്നില്ലേ? ആക്ച്വലി 60 പോകേണ്ട സ്ഥലത്ത് നമ്മൾ 40 ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. അപ്പം ഒരു 5-6 മിനിറ്റ് നമ്മൾ അവിടെ സ്ലോ ആയിട്ടുണ്ടോ, ഇത് കൂടുതൽ സ്ലോ ആയിട്ടുണ്ടോ. ഇല്ല, എത്തിയില്ലല്ലേ, ഈ കിടക്കുമല്ലേ? 34 മൈലല്ലേ ഉള്ളേ? അല്ല 32 മൈൽ, 34 മിനിറ്റ് അല്ല, 31 മൈലും 34 മിനിറ്റും. ഈ
ഹൈവേ കൂടെ നമുക്ക് ഇനി 6 മൈൽ പോകണം. അത് കഴിയുമ്പോൾ തിരിയുന്നുണ്ട്. 6 മൈലും 6.3 മൈൽ. അതുകൊണ്ട് കണ്ട ക്യാമറ ഇരിക്കുന്നുണ്ട് മേളില്. അതാണ് ക്യാമറ അല്ലേ? അല്ല അത് ക്യാമറ അല്ല. ചിലപ്പോ യെല്ലോ കളറിലിരിക്കും. അത് ഇവിടെ ഇല്ല. അങ്ങ് തക്കലേന്നൊന്നും ആയിരിക്കത്തില്ല. അവര് വായിക്കുന്ന ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും. നമ്മള് നമ്മുടെ ഭാഷ വെച്ചങ്ങ് വായിക്കുമല്ലോ. മലയാളത്തിലെ ഒരു ഊഹം വെച്ചങ്ങ് വായിക്കാം. അവര് വായിക്കുമ്പം കണ്ടോ, അത് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമാണ് ലെഫ്റ്റ് സൈഡിൽ കണ്ടത്. പാർക്കിംഗ് ബേ ആണ്. ഇവിടെ റെസ്റ്റോറൻ്റ് ഒക്കെ കാണും. വിശാലമായ പാർക്കിംഗ് സ്ഥലമാണ്. ഇവിടെ ലൈൻ വരച്ചിരിക്കുന്നു. ഇവിടെ എന്തോ ഉണ്ട്. നെക്സ്റ്റ് എക്സിറ്റ് ഉണ്ട്. അതാണ് എക്സിറ്റിലേക്കുള്ള ലൈൻ. 100 യാർഡ് കഴിയുമ്പോൾ എക്സിറ്റ് ഉണ്ടെന്നാണ് അവിടെ എഴുതി. ആ ലൈൻ്റെ അർത്ഥം. ഒരു ലൈൻ കണ്ടില്ലേ, ഒരു ബോർഡിൽ ഒരു വെള്ള ലൈൻ. അതായത് 100 യാർഡൂടെ കഴിഞ്ഞാൽ 100 യാർഡ്സിനുള്ളിൽ ഒരു എക്സിറ്റ് ഉണ്ടെന്നാണ്. ഇത് എക്സിറ്റ് ആണ്. ഇവിടെ കയറി ഇതിലൂടെ അങ്ങനെ തിരിച്ചു വരാൻ പറ്റും. ഈ പാലം എനിക്ക് അതാണ്. നമുക്ക് അതുകൊണ്ട് അത് എയറോപ്ലെയിൻ ഇല്ല പോകുന്നത്. നമുക്ക് അതവിടെ സ്റ്റഡി ആയിട്ട് ഇരിക്കുന്ന പോലെ തോന്നുന്നില്ലേ? കാരണം നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് പോകുന്നുണ്ടാ. ഇതൊക്കെ പോകുന്നുണ്ടല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ടായിരുന്നു പോകുന്നെങ്കിൽ അത് ഭയങ്കര സ്പീഡിൽ പോകുന്നത് കാണായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ അപ്പർ സൈഡ് വേറെ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നുണ്ടോ? ഇവിടെ സാൻസ്റ്റഡ് എയർപോർട്ട് ഭാഗത്ത് എവിടെയാണ്? അതെ നമ്മൾ ആ സൈഡിലോട്ട് പോകാൻ കാണാം. ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. ഈ 4 മൈലിലൂടെ കഴിഞ്ഞാൽ നമുക്ക് എന്തോ ചെയ്യുന്നുണ്ട്. മേളിലല്ലേ? ഏവിയേഷൻ അക്കാദമികൾ ഒരുപാടുണ്ട്. ഇവിടെ പൈലറ്റ് ട്രെയിനിങ് കൊടുക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇതൊരു പാർക്കിംഗ് എക്സിറ്റ് അല്ല. ഫ്രീ മീൻസ് ക്ഷീണമാണെങ്കിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ആവശ്യം തോന്നിയാലേ റെസ്റ്റ് എടുക്കണമെന്ന് വേണ്ട. സാൻസ്റ്റഡ് എയർപോർട്ട് വേണ്ട. ഞാൻ പറയും സാൻസ്റ്റഡ് അല്ല, സ്റ്റാൻസ്റ്റഡ്. സർവീസസ് അവിടെ റെസ്റ്റോറൻറ്റ് ഇതുണ്ട്, പാർക്കിംഗ് ഉണ്ട്. 3 മൈൽ അല്ലേ? ഇത് എക്സിറ്റ് ആവാറാകുമ്പോഴത്തേക്ക് ഒരു പാർക്കിംഗ് അവിടെ എവിടെയോ ഉണ്ട്. പുറകെ വരുന്നുണ്ടോ? എന്താണ് അവിടെ ഒരെണ്ണം എത്തി. ഇവിടെ ഒരെണ്ണം പുറകിലുണ്ട്. തോണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞു അവിടെ എയർപോർട്ട്. അങ്ങനെ അവിടെ ആയിരിക്കും ഇറങ്ങും. ടെർമിനൽ. അപ്പോൾ ഇവിടെ അടുത്ത് എവിടെയാണ് എയർപോർട്ട്?
സൈഡിലോട്ട് കയറണം എന്ന് എനിക്ക് തോന്നുന്നു. സൈഡ് റോഡിലേക്ക് കയറണം നമുക്ക് ഇവിടുന്ന്. സൈഡിലോട്ടോട്ട് കയറി നമ്മൾ പോകണം. കണ്ടോ? In half a mile, keep left at the fork. Follow signs for Cambridge, M11, north. കേംബ്രിഡ്ജിലെത്തി. ഇല്ല, ഇനിയും കിടക്കുകയാണ്. ഇപ്പൊ 50 ആയി സ്പീഡ്. അല്ലെന്ന് കേംബ്രിഡ്ജ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി, പക്ഷെ ഹോസ്പിറ്റലിൽ എത്തിയില്ല. അങ്ങനെ കേംബ്രിഡ്ജിലെത്തി. Keep left at the fork. കീപ് ലെഫ്റ്റ്. Keep left. കീപ് ലെഫ്റ്റ് ആയിട്ട് നിൽക്കാനാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ കീപ് ലെഫ്റ്റ് നിന്നു. നമുക്ക് അതുവഴി In പോകേണ്ടി 300 yards, at ഇവിടുന്ന് നമ്മൾ Priory Wood roundabout roundabout, take the first exit onto Thremel Avenue, ഫസ്റ്റ് A120. എക്സിറ്റ് എടുക്കണം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് എക്സിറ്റ്. ഇവിടുന്ന് ഫസ്റ്റ് Exit the roundabout onto Thremel Avenue. ഇങ്ങോട്ടാണ് പോകേണ്ടത്. In a quarter of a mile, at Birchanger Green roundabout, take the fifth exit onto the M11 slip road to Fifth exit, Cambridge, കേട്ടോ. Newmarket. ഫിഫ്ത്ത് എക്സിറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. M11 എത്തി. ഇനിയാണ് ഹൈവേ. ഇവിടുന്ന് ഫിഫ്ത്ത് എക്സിറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഈ ഒരു ആ ഒരു സ്ഥലത്തിന്റെ എനിക്ക് തോന്നുന്നു പേര് ന്യൂ മാർക്കറ്റ്. സ്ഥലത്തിന്റെ പേര് എനിക്ക് തോന്നുന്നു ന്യൂ മാർക്കറ്റ്. റൗണ്ടബോട്ടിൽ നമുക്ക് ഇവിടുന്ന് കറങ്ങി ഫിഫ്ത്ത് എക്സിറ്റിൽ പോകണമെന്നാണ് പറഞ്ഞത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ റിസ്കി ആയിട്ടുള്ള ഒരു പരിപാടി. നമ്മൾ ഈ ഹൈവേ കൂടെ സ്പീഡിൽ പോകുന്നതൊന്നും വലിയ കാര്യമല്ല. ഇവിടുത്തെ ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു പരിപാടി ഈ റൗണ്ട് ബോട്ടുകളും എയർപോർട്ടിൽ ഫ്ലൈറ്റ്. നല്ല രസമുണ്ടായിരുന്നല്ലേ? നമുക്ക് ഈ റൗണ്ട് ബോട്ടൊക്കെ കറക്റ്റായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവിടുന്ന് വന്നിട്ട് സ്ട്രെയിറ്റ് തന്നെ പോകണം. ഇവിടെ നിന്നുണ്ടേ കൺവേ. സ്ട്രെയിറ്റ് ആവണ്ടേ? നമുക്ക് 40 കേട്ടോ. 40 ആയിക്കോട്ടെ. 40 സ്പീഡ് പോയിട്ട് ഇവിടുന്ന് നമുക്ക് റൈറ്റാ പോകണ്ടേ. റൈറ്റ് പോയിട്ട് അവിടുന്ന് എക്സിറ്റ് അടിക്കണം. ആ ലൈനിൽ നിന്നാൽ മതിയായിരുന്നു. ആ ലൈനിൽ നിന്നാൽ മതിയായിരുന്നു. ആ ലൈനായിരുന്നു ഒന്ന് കറക്റ്റ്. റിസ്കി അല്ലായിരുന്നു. Exit the roundabout onto the slip road. ഈ സ്ലിപ്പ് റോഡിലോട്ട് പോകാനാണ് പറയുന്നത്. In a quarter of a mile, keep right at the fork to continue towards M11. കണ്ടോ മേലത്തെ റോഡൊക്കെ കണ്ടോ? നല്ല പാമ്പ് കിടക്കുന്ന പോലെ കിടക്കും. വേറെ വഴിയാ. നമുക്ക് താഴെ കിടക്കും. താഴെ കൂടെ പോകേണ്ടത്. ഇവിടെ നമ്മൾ നേരെ ഹൈവേ ചെന്ന് കയറുക. അത് വേറെ ഏതോ ഒരു വഴിയായിരുന്നു. നമ്മൾ അവിടെ നിന്ന് താഴെ ഇറങ്ങി വേറൊരു ഹൈവേയിലോട്ട് കയറുക. Keep right at the fork. ഈ ഒരു സ്ഥലത്ത് കീപ് റൈറ്റ്. ഇനി നമുക്ക് അകത്തോട്ട് കയറണം. Continue on M11 for 21 miles. ഇനി അകത്ത് കയറുക. അവിടെ നിന്ന് കയറാൻ തന്നെ ഇവിടുന്ന് കയറാൻ വഴിയുണ്ട്. അതെങ്ങനെയുള്ള റോഡായിരിക്കും? അത് ഇവിടുന്ന് ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് അവിടുന്ന് കുറേ സ്പീഡിൽ വരുമ്പോഴേ ഇതിനുള്ളിൽ കയറിക്കോണം. ഈ തീരുന്നതിന് മുമ്പ് കയറിക്കോണം. അപ്പോൾ നമ്മൾ കയറി
ഇതിനേക്കാൾ സ്പീഡിലാന്നല്ലേ പോകുന്നത്. അതിന് വരത്തില്ലേ ഫ്ലാഷൊന്നും അടിക്കുന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ അവിടെ ഇരിപ്പുണ്ട് 70 തന്നെ ഇന്ന് പോയാൽ മതി. ചൂട് കണ്ടൊരു പോസ്റ്റ് ക്യാമറയാ ഉണ്ടോ അവിടെ ഇരിക്കുന്ന അപ്പർ സൈഡ് റൈറ്റ് സൈഡിൽ. കണ്ടു. ഏത് റോഡിലോട്ട് വെച്ചേക്കും അത്? ആ road. ഇപ്പുറത്തെ റോഡിലുള്ളവർക്കാണ് ആർക്കറിയാം. ആ സൈഡിൽ വെച്ചിരിക്കുന്നത് ഇപ്പുറത്തെ റോഡിലുള്ളവർക്കും ഇപ്പുറത്തെ റോഡിലുള്ളവർക്ക് അപ്പുറത്തെ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ടെന്ന്. മൊത്തം കൺഫ്യൂസ്ഡ് ആണ്. ഇനി നമുക്ക് 24 മിനിറ്റും കൂടെ ട്രാവൽ ചെയ്യാനുണ്ട്. 21 മൈലും. ഓക്കെ, പക്ഷേ നമ്മളിവിടെ 5:47 ഇരുട്ട് വീണ് തുടങ്ങി ചെറുതായിട്ട്. നമ്മൾ ഇപ്പോൾ അവിടുന്ന് വണ്ടി വിട്ടത് 4:50-നല്ലേ, 5:50 കറക്റ്റ് 1 മണിക്കൂറായി നമ്മൾ അവിടുന്ന് വിട്ടിട്ട്. 1 മണിക്കൂർ 20 മിനിറ്റാണ് ഇതിനകത്തും പറഞ്ഞത്. 20 മിനിറ്റ് 23 മിനിറ്റായി നമ്മളവിടെ കുറച്ച് സ്ലോ ആയതുകൊണ്ട്. ഈ പറഞ്ഞ മൈലും ഈ സ്പീഡിലൊക്കെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ പറഞ്ഞ കറക്റ്റ് എക്സാക്ട്ലി ടൈമിൽ നമ്മളവിടെ എത്തും. അവര് പറയുന്നത് നമ്മളെന്തായാലും 6:13 അവിടെ എത്തുമെന്നാണ് പറയുന്നത്. അവിടെ ഒരു എയർപ്ലെയിൻ വന്നാണ് പോകുന്നുണ്ടോ? അതൊരു മേളിൽ കൂടെ അല്ലേ? വേറെ ഏതോ കളർ വേണം, റെഡ് ആണ്. നമ്മളും അറിയാതെ 80-ലൊക്കെ എത്തുന്നുണ്ട് ഇടയ്ക്ക് കേട്ടോ. ഇവിടെ പോയാൽ മതി. ഇതുപോലുള്ള ഹൈവേകളൊക്കെ നമ്മുടെ നാട്ടിൽ വരണം. നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും സിസ്റ്റമാറ്റിക് ആയിട്ട് ആ വണ്ടി ഓടിച്ചു പോകുന്നതും എല്ലാവരും ഒരേപോലെ നിയമം പാലിക്കുന്നുണ്ട്. എല്ലാവർക്കും ബുദ്ധിമുട്ടില്ല, ആർക്കും ബുദ്ധിമുട്ടില്ല, എല്ലാവർക്കും ഒരേപോലെ പോവാം. നമ്മുടെ നാട്ടിൽ ഒരു 10 പേര് നിയമം പാലിക്കും, ഒരു 100 പേര് തെറ്റിക്കും. അതാണ് പ്രശ്നം. പ്രത്യേകിച്ച് KSRTC, പ്രൈവറ്റ് ബസ്, ടാക്സി ഇവരൊന്നും ഒന്നും നോക്കത്തില്ല. എങ്ങനെ വേഗം പോകണം, പെട്ടെന്ന് എത്തണം. നമ്മൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കേട്ടോ. ഫോട്ടോ എടുക്കുന്നത് ഇവിടെ ഫാമുകളാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. നമുക്ക് ട്രെയിലറാണ് റൈറ്റ് സൈഡിൽ ചാടി കയറി പോകും. കയറിയില്ല, പിന്നെ കയറാൻ പറ്റില്ല. ഫുൾ പാടങ്ങളാണ്. ഇറക്കം വന്നുണ്ടോ? അരമാർക്ക് കണ്ടോ? ഇറക്കോ. ഡബിൾ ഡെക്കർ ട്രെയിലർ. പാലത്തിലൊന്നും മുട്ടത്തില്ലായിരിക്കും അല്ലയോ? അതിൻ്റെ ഉള്ളതായിരുന്നു. ഇല്ല, അതിന് താഴെ വരെ ഉണ്ട്. 5.5 മീറ്റർ ഹൈറ്റ്. നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. കൂടെ ഉണ്ട് ഒരു ക്യാമറ ഇരിക്കുന്നുണ്ട്. ക്യാമറ ക്യാമറ അത് നീ ഗൂഗിൾ മാപ്പിൽ മാർക്ക് ചെയ്തിട്ടില്ലല്ലോ. അത് മാർക്ക് ചെയ്തിട്ടില്ല.
8 ക്യാമറകൾ ഇരിക്കണമെന്ന് അറിയാം. നമ്മൾ സ്പീഡിനനുസരിച്ച് അങ്ങ് പോയാൽ ഇത് വലിയ സ്പീഡ് ക്യാമറ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ആപ്ലിക്കേഷൻ ഇടണം. എന്താ അതിൻ്റെ പേര്? അതിൻ്റെ പേര് കാണണം. മൊബൈലിലുണ്ടായിരുന്നത് അത് പെയ്ഡ് ആപ്പാണ്. പക്ഷെ അത് ബാറ്ററി ഒരുപാട് തിന്നുന്നതാണ്. പെട്ടെന്ന് ബാറ്ററി ഡൗൺ ആക്കി. ഗൂഗിൾ മാപ്പൊന്നും അത്രയും ബാറ്ററി ഡൗൺ ആക്കത്തില്ല. പക്ഷെ ആ ആപ്ലിക്കേഷൻ ഭയങ്കരമായിട്ട് ബാറ്ററി ഡൗൺ ആക്കും. അത് ഭയങ്കര ഡേഞ്ചറാണ്. വർക്ക്സ് യൂണിറ്റ് ഇങ്ങോട്ടെന്തോ അയ്യോ ട്രാഫിക് ആണല്ലോ. എല്ലാം ഞാൻ ഇപ്പുറത്തോട്ട് ചേർന്നു. ട്രാഫിക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പറഞ്ഞ സമയം പിന്നെയും ഡിലേ ആവും. 13 മൈൽ നമുക്ക് ഈ റോഡിൽ തന്നെയാണ് പോകുന്നത്. ഇനിയും 18 മിനിറ്റ് കൂടെ ഉള്ളൂ. 15 മൈൽ. അതിൽ 13 മൈലും നമുക്ക് ഈ റോഡ് ഈ ഹൈവേ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കേണ്ടതാണ്. കീപ് യുവർ ഡിസ്റ്റൻസ്. ഇലക്ട്രിസിറ്റി ലൈൻ പോയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തന്നെയാണ്. ഇലക്ട്രിസിറ്റി ലൈൻ പോയിരിക്കുന്നത് ഉണ്ടോ? ഓവർ ഹെഡ് ലൈൻ പോകുന്നുണ്ട്. കൃഷി സ്ഥലത്തിന് നടുകൂടാ പോയിരിക്കുന്നത്. റൈറ്റ് ലൈൻ ഫുൾ ക്യൂ ആണല്ലോ അങ്ങ് വരെ. അത് മാത്രമല്ല ഇവിടെ പെട്രോൾ പമ്പിന്റെ മുകളിൽ കൂടെ ലൈൻ ഇട്ട് കഴിഞ്ഞു ഒരു കുഴപ്പമില്ല. അറിയോ, ഞാൻ കണ്ടിട്ടുണ്ട്. നാട്ടിലാണെങ്കിൽ എപ്പോൾ സമരം തുടങ്ങിയെന്ന് ചോദിച്ചാൽ സമരമല്ല, അങ്ങനെ പെട്രോൾ പമ്പ് പണിയാൻ പെർമിഷൻ കിട്ടത്തില്ല. സമരമൊന്നുമില്ല. ഇല്ല, നമ്മുടെ നാട്ടിൽ ഇലക്ട്രിസിറ്റി ബോർഡ് അതിന് പെർമിഷൻ കൊടുക്കുന്നില്ല. എന്താ പാടങ്ങളാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. മനോഹരമായ പാടങ്ങൾ. മൂന്നാറിലെ മലനിരകൾ പോലെ ഉണ്ട്. അതാ നല്ല രസമാണ്. വന്നിട്ടുണ്ടല്ലേ? ഞാൻ മൂന്നാറിൽ വന്നിട്ടുണ്ടോ? ആ ചുമ്മാ അല്ല, മറ്റേ തേയിലത്തോട്ടം പോലെ ഇരിക്കുന്നല്ലേ? നമ്മള് വട്ടവടയൊക്കെ പോയില്ലേ, ഓർമ്മയില്ലേ? മൂന്നാർ, വട്ടവട, കാന്തല്ലൂര്, ഓർമ്മയില്ലേ? 4 ദിവസം ടൂർ പോയത്. ആതിരപ്പള്ളി വഴിയൊക്കെ തിരിച്ചു വന്നത്. എറണാകുളം പോയി, ഭയങ്കര മഴയായിരുന്നല്ലേ? ലുലുമാളിൽ പോയി, ആ. പറമ്പിക്കുളത്ത് പോയി. നമ്മൾ ഫസ്റ്റ് പാലക്കാട്, പറമ്പിക്കുളം, അവിടുന്ന് വട്ടവട, മൂന്നാർ, അങ്ങനെ കറങ്ങി നമ്മൾ എറണാകുളം വന്നു. അവിടുന്ന് തിരിച്ചു.
കൃഷിയാണ്. തേയിലയാണോ? തേയിലയാണോ ഇത്? തീരെയായിരിക്കും. തേയില തോന്നുന്നു, കണ്ടിട്ട് തേയിലയുടെ കൂട്ടിരിക്കുന്നത്. ഇപ്പൊ അടുത്ത് വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇതല്ല അപ്പുറത്തെ സൈഡ് ഞാൻ കണ്ടത്, തേയിലയാണെന്ന് എനിക്ക് തോന്നുന്നു. നിനക്ക് കാണാൻ ഹൈറ്റ് കുറവാണ്, എനിക്ക് കാണാൻ പറ്റുന്നില്ല. തുടങ്ങി, അതുകൊണ്ട് ഇനിയിപ്പം ക്ലിയർ ആണോന്ന് അറിയത്തില്ല. മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. റോഡ് ഭയങ്കര ഡേഞ്ചറാണ്. ട്രാക്ടറൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ട്രക്കുകാർ പിന്നെ ഇത് ഫുൾ കളറാണല്ലോ, LED ലൈറ്റ് ആയതുകൊണ്ട് ഫുൾ കളർഫുൾ അവർ പോകുമ്പോൾ. അവരെ കുറേ നോക്കി പോയാൽ മതി, അവരുടെ പുറകിലെങ്കിലും പോയി കയറരുത്. അവരെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ 5 മൈലും കൂടെ. പക്ഷെ പാടം കിടക്കുന്നുണ്ടോ? പാടം ആണോ? ഫുൾ ഡാം പോലെ തോന്നുന്നുണ്ട്. അല്ല, ഇത് ബിൽഡിംഗ് ആണ് അവിടെ. ഈ ഫാമുകളുടെയൊക്കെ പ്രോസസ്സിങ് എനിക്കൊന്ന് ഇത് ടീ പ്ലാന്റേഷൻ ആണെന്ന് തോന്നുന്നു കേട്ടോ. അത് അവിടെ തേയില ഉണ്ടാക്കുന്ന തീരെയാ തോന്നുന്നുണ്ടോ? തേയില അത് പൊങ്ങിയിരിക്കുമല്ലേ. തീരെയാ. തേയില ഫാക്ടറി ആയിരിക്കും അത്. വാദിയുടെ തേയില ഫാക്ടറി ആയിരിക്കും അത്. ഇവിടെ ആൾക്കാർ ടീയും കോഫിയൊക്കെ കുടിക്കുന്ന ആൾക്കാർ. ഈ ടീ ഒക്കെ നമ്മുടെ നാട്ടിലോട്ടൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ടീക്ക് വില കൂടുതലാണ്. എന്താ? ഇവിടുത്തെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലാണ്, അപ്പോൾ ഇവിടുത്തെ സാധനത്തിന് വില കൂടുതലാണ്, ക്വാളിറ്റി കൂടുതലെന്ന് പറയും. In 10 miles, 10 minute, 6.6 മൈൽ. 6.5 മൈൽ. അത് വണ്ടി സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നവരും മൈൽ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. 6.4 ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം നമ്മൾ എത്ര സ്പീഡിലാണ് പോകുന്നത്? നമ്മളിപ്പോൾ തോന്നുന്നത് 70 മൈൽ സ്പീഡാണ്. അതായത് ഏകദേശം 120 കിലോമീറ്റർ സ്പീഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 120 km/h നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ്. എത്ര ഒരു മണിക്കൂർ ഏകദേശം ഒരു 10-40 മിനിറ്റ് ആയിട്ടെന്തെങ്കിലും നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. മനസ്സിലായി? അപ്പോൾ നമ്മൾ Check your distance. നമ്മൾ ഇവിടുന്ന് ഇറങ്ങാറായി. അതുകൊണ്ട് ഇറക്കം വരും. ഇറക്കം ആയതുകൊണ്ടാണ് ചെക്ക് ഡിസ്റ്റൻസ് വന്നത്. ട്രെയിലറാണ്. രണ്ട് സൈഡിലും ഡബിൾ ഡെക്കർ ട്രെയിലറാണ്. ട്രക്കാണ്. ട്രെയിലർ. ട്രെയിലർ അവിടെ ആണെങ്കിൽ ഇവിടെ ട്രെയിലർ ഇല്ല. ഇവിടെ ആ അവർ ആ സൈഡിൽ ലൈനെ കൂടെ സ്പീഡിൽ പോകാൻ നോക്കുന്നത്. ആ സൈഡിലൂടെ കയറി. കയറാൻ അങ്ങനെയൊന്നും കയറാൻ പറ്റുന്നില്ല. അവർ നമ്മളെ കുറേ നിൽക്കുന്നുണ്ട്, വെയിറ്റ് ഇട്ട് നിൽക്കും. അവർ സ്പീഡിട്ട് നിൽക്കുക, കയറാൻ പറ്റുന്നില്ല. പോയിട്ട് നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. കയറി പോകുന്നതൊന്നും കുഴപ്പമില്ല, പക്ഷേ കയറി പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ റോഡും കൂടെ നോക്കിക്കോണം. ചുമ്മാ ചാടി കയറി പോയിട്ട് തിരിയേണ്ട സ്ഥലമായിട്ടുണ്ട്. In 2 miles, at junction 11, take the A10 exit to Cambridge, south, A1309. ഇവിടെ അടുത്ത ജംഗ്ഷനിൽ നമ്മൾ എക്സിറ്റ്
കൂടി ലെഫ്റ്റ് പോകുന്നുണ്ടോ? അങ്ങോട്ടാണ് നമുക്കും പോകേണ്ടത്. 1.2 1.1 1.7 1.1 അല്ല 1 0.9 0.8 0.7 ഇവിടുന്ന് എക്സിറ്റ് ചെയ്യണം. 0.6 0.5 In half a mile, at junction 11, take the A10 exit to Cambridge, south, A1309. ഈ എക്സിറ്റ് പോകണമെന്നാണ് പറയുന്നത്. 0.3 ഈ എക്സിറ്റ് 0.2 ബൈക്ക് വന്ന സ്പീഡ് കണ്ടോ? Exit at junction 11. ഓക്കെ, 0.1 നമ്മൾ ഈ ജംഗ്ഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യൂ. In a quarter of a mile, at the roundabout, take the third exit onto Hawkston Road, A1309. ഈ എക്സിറ്റ് എവിടെയാണ് പോകണമെന്നാണ് പറയുന്നത്. സിഗ്നൽ ഉണ്ട്, ഗ്രീനാ പിടിക്കോ ഗ്രീൻ ആണ്, പക്ഷേ അങ്ങനെ പോകാൻ പറ്റത്തില്ല. റൗണ്ട് അബൌട്ട് അല്ലേ? Exit the roundabout onto Hawkston Road. ഓക്കെ, നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് ചെയ്യണം. ഹൂസ്റ്റൺ റോഡ്. ഇവിടെ ഒരുപാട് മിനി കൂപ്പർ ഉണ്ട് കേട്ടോ. മിനി കൂപ്പറിന്റെ ബഹളം. മിനി കൂപ്പർ ഒരുപാടുണ്ട്. സ്റ്റിയറിംഗ് കൈ എടുക്കരുത് കേട്ടാ. എന്താ? സ്റ്റിയറിംഗ് കൈ എടുത്ത് അപ്പൊ In തന്നെ a അമ്പർ quarter of a ലൈറ്റ് mile, use the right 2 lanes to turn right onto Addenbrooks Road. നമ്മൾ അഡൻബ്രൂക്സ് റോഡിലേക്ക് എത്തി. ഹോസ്പിറ്റലിന്റെ റോഡിലേക്ക് എത്തി. ഹോസ്പിറ്റൽ ഇവിടുന്ന് നമുക്ക് റൈറ്റ് ആണ് പോകുന്നത്. ഭയങ്കര വിശാലമായ ഹോസ്പിറ്റലാണല്ലേ. ഇവിടുന്ന് നമുക്ക് റൈറ്റാണ് പോകുന്നത്. Use the right 2 lanes to turn right onto Addenbrooks Road. പോയി പോയി ഒരു കറക്റ്റ് സമയം ഈ 4 മിനിറ്റുള്ളിൽ നമ്മൾ എത്തും. ഒരു 4 വിചാരിക്കുന്നു 1.7 മൈൽസേ ഉള്ളൂ. ഇനി ഇവിടെ പേടിക്കേണ്ട കുഴപ്പമില്ല. സിഗ്നൽ ഓണായാൽ നമുക്ക് Continue on Addenbrooks Road for half a വേറെ mile. ട്രാഫിക് ഒന്നും റോഡിലില്ലെങ്കിലേ ഈ പറഞ്ഞ സമയത്ത് തന്നെ എത്തും. ഇവിടെ എത്ര 40 സ്പീഡ്. ഇവിടെ എല്ലാം സ്പീഡ് നമ്മൾ ശ്രദ്ധിക്കണം. സ്ട്രീറ്റ് അല്ലേ, അങ്ങനെ പോകാൻ പറ്റത്തില്ല. 40 സ്പീഡ് ഉണ്ട് ഇവിടെ. സിഗ്നൽ ഓഫ് ആയാൽ നിൽക്കാന്നുള്ളതല്ലാതെ വേറെ വഴിയൊന്നും. ഇതെല്ലാം സൈക്കിൾ പാത്തൂടെ ഉള്ളതാ. ഇവിടെ റോഡ് വരെയൊക്കെ മാഞ്ഞു കിടക്കും. എന്നാലും In a quarter of a mile, at the roundabout, take the second exit. റൗണ്ട് അബൌട്ട് ചെയ്ത് സെക്കൻഡ് എക്സിറ്റ് എടുക്കണം. സെക്കൻഡ് എക്സിറ്റ്. ഗ്രീൻ വീണ് നമ്മൾ വന്നപ്പോഴേ ഇങ്ങോട്ടാ പോകണ്ടത്. സെക്കൻഡ് എക്സിറ്റ്. നമ്മൾ കയറി ഇറങ്ങിയ പോലെ ഒന്നും തോന്നില്ല കേട്ടോ. റൗണ്ട് അബൌട്ട് അതാ. റൗണ്ട് അബൌട്ട് അപ്പുറത്ത് നേരെ പോകണ്ട. ഇവിടെ നിന്നാണ് റൈറ്റ് പോകണം. സെക്കൻഡ് എക്സിറ്റ് അങ്ങോട്ടാ പോകണ്ടത്. Exit the roundabout. Continue for half a mile. വണ്ടി അങ്ങോട്ട് പോകുമ്പോൾ നമ്മളോട് നിർത്തി കൊടുക്കണം. അതങ്ങനെ
കൊമേഴ്ഷ്യൽ ഏരിയ ആണ് ഇത്. ഹോസ്പിറ്റലിൽ തന്നെയാണ് കേട്ടോ. അക്കോമഡേഷൻ ആണോ? അക്കോമഡേഷൻ അല്ല, വേറെ എന്തോ പരിപാടി, എന്തോ ഫ്ലാറ്റുകളാണ്. അല്ല, ഒരുപോലെ ഇരിക്കുന്നു ഫ്ലാറ്റുകളാണ്. റെസിഡൻഷ്യൽ ഏരിയ ആണ്. അപ്പോൾ അതായത് സ്പീഡ് കിളികൾ പറഞ്ഞു പോകുന്നുണ്ടോ? എന്തോരം കിളികളാണ്. In a quarter of a mile, at the roundabout, take the second exit onto Dame Mary Archway. സമയമൊന്നുമില്ല, നമ്മളിപ്പോ എത്തും കേട്ടോ. ഹോസ്പിറ്റൽ ഇവിടെ. അപ്പോൾ അതാണ് ഇവിടുത്തെ സ്പീഡ്. ഹെലികോപ്റ്റർ ഉണ്ട് കേട്ടോ. ഹെലികോപ്റ്ററൊക്കെ ഉണ്ട്. എവിടെ ഹെലികോപ്റ്റർ? ഇവിടെ ചില എമർജൻസിയിൽ ഹോസ്പിറ്റലിൽ ഹെലികോപ്റ്റർ ചിലപ്പം വന്ന് ഇറങ്ങുന്ന സ്ഥലം ഉണ്ടാവും. എമർജൻസി എല്ലായിടത്തും ഉണ്ടല്ലോ. Exit the roundabout onto Dame Mary Archway, then turn left. ഇവിടെ ഈ സൈഡിൽ കാണുന്ന ഹോസ്പിറ്റലുണ്ടോ? ലെഫ്റ്റ് ആവാണ്ട് Turn left. സൈഡിൽ കാണുന്ന ഒരു വഴിയിലേക്കാണ് നമ്മുടെ ഹോസ്പിറ്റൽ. കാർ പാർക്ക് ഒക്കെ ചെയ്യണം. കാർ പാർക്കിംഗ് ലെഫ്റ്റ്. കാർ പാർക്ക് 2 തന്നെ ചെയ്യുന്നുണ്ട്. In 300 yards, your destination will be on the right. ഇതാണ് ഹോസ്പിറ്റൽ. ഏത് ഹോസ്പിറ്റൽ? ഇത് ഹോസ്പിറ്റൽ കാർ പാർക്കാ? അല്ല, റോയൽ ബന്ധു നിർത്തം. നമുക്കിവിടെ പാർക്ക് ചെയ്യേണ്ടതുണ്ട്. ഹോസ്പിറ്റൽ ഇത് വലിയൊരു ഏരിയ. ഇവിടെ ഒന്നും അല്ല ഹോസ്പിറ്റൽ. ശരി, ഹോസ്പിറ്റൽ ആ കാണുന്ന എല്ലാം ഹോസ്പിറ്റലാണ്. ഇതെല്ലാം ഹോസ്പിറ്റലാ. ഇത് ആംബുലൻസസ് ഓൺലി. ആംബുലൻസ്. Your destination is on the right. ഇത് കാർ പാർക്ക് 2 ആണ്. നമ്മൾ കാർ പാർക്ക് 2ലേക്ക് വരും. കാർ പാർക്ക് 2. കാർ പാർക്ക് 2 നമുക്ക് പണിയിട്ട് കേട്ടോ. ആ വണ്ടി സ്റ്റാഫാ. നമ്മുടെ കാർഡ് ഇട്ടിട്ട് കയറി പോയതുകൊണ്ട് നമ്മൾ സ്റ്റാഫല്ല. ഓക്കെ, കമോൺ. ടിക്കറ്റ് എടുക്കുക, പോവുക. നല്ല ചാർജ് അതിനകത്ത് കേട്ടോ. ഇവിടെ ഭയങ്കര ചാർജാ. കാർഡ് കളയരുത്. കാർഡ് കളഞ്ഞാൽ ഫുൾ പൈസ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. Insert this up. നമ്മളിട്ടെടുത്ത് തന്നെ പ്ലീസ് ഡ്രൈവ് സ്ലോ. അത് 1 ലെവൽ 1. ഇങ്ങോട്ട് കയറ്റി ഇങ്ങോട്ട്. ഡിസേബിൾഡ് അല്ല അത്. ഇങ്ങോട്ട് കയറ്റിട്ട് നോക്കിയായിരുന്നല്ലോ. ഓഫോ, അങ്ങനെ പാർക്കിങ്ങിലെത്തി. ഞാൻ സിബിട്ട്. ഓക്കെ, അപ്പോൾ ശരി. എങ്ങനെ ഉണ്ടായിരുന്നു ഡ്രൈവിങ്? അഭിപ്രായം പറയണം. ഓക്കെ, പിന്നെ വേറൊരു യാത്രയായിട്ട് കാണാം. ബൈ ബൈ, സീ യു.